ഹരി ഓം ഹരി ഓം. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ഓം ശുക്ലാം വരദരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈവായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേതുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായശേദേയതമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലംകൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം
രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. നാരായണ. ഭാഗവത ജ്ഞാനഗംഗാ പ്രവാഹത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഇന്നലെ ഒരു ദിവസം ബ്രേക്കായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ ഉണ്ട്, വൈകുന്നേരം ഉണ്ടാവില്ല. നാളെ രാവിലെ ഉണ്ടാവില്ല, വൈകുന്നേരം നോക്കാം. മറ്റന്നാളും നാലാം നാളും ഒട്ടും ഉണ്ടാവില്ല. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പതിവ് പോലെ തുടരാം. ഇടയ്ക്ക് കുറച്ച് തിരക്കുകളാണ്. കുട്ടികളുടെ പുസ്തകങ്ങളൊക്കെ കൊടുക്കുന്ന തിരക്ക് നാളെയാണ്. അത് രാവിലെ. അപ്പം അതിനൊന്ന് കുറേ കൂടി സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും പിടിക്കാനും ഒക്കെ ഉണ്ടെന്ന് ഉച്ചയ്ക്ക് പോയിട്ട് വൈകുന്നേരം വരെ തിരക്കായിരിക്കും. പിന്നെ മറ്റന്നാൾ പുറത്ത് പ്രഭാഷണമുണ്ട്. നമ്മുടെ തിരുവല്ലാമലയല്ല, ഒറ്റപ്പാലം, ലക്കിടി, വാണിയംകുളം എന്നൊക്കെ പറയുന്ന സ്ഥലത്തുള്ള നെഹ്റു ഗ്രൂപ്പുകളുടെ ഒരു പരിപാടിയിൽ മറ്റന്നാൾ പ്രഭാഷണം രാവിലെ. അത് കഴിഞ്ഞാൽ 10-ാം തീയതി കുറച്ച് വിശേഷമാണ്. 10-ാം തീയതി നിങ്ങൾക്കൊക്കെ അറിയാം, എൻ്റെ ജന്മദിനമാണ്. പക്ഷെ അന്ന് എന്താ പറയുക, നമുക്ക് ജന്മദിനം പ്രത്യേകമായിട്ടുള്ള ആഘോഷങ്ങളൊന്നും ഇല്ല. ജൂൺ 10-നാണ് ഇടവ മാസത്തിലെ പൂയം വരുന്നത്. പ്രത്യേക ആഘോഷങ്ങളൊന്നും ഇല്ല. അന്ന് വേറെ ചില വിശേഷങ്ങളുണ്ട്. എൻ്റെ ഒരു എന്താ പറയുക, അനിയത്തിയുടെ മകളുടെ കല്യാണം. അപ്പം അതിന് ഞാൻ കാരണവരായിട്ട് പോകണം. പല സഹായങ്ങളും ചെയ്യാനുണ്ട്. അതിൻ്റെ തിരക്കിലായിരിക്കും. എൻ്റെ ഫസ്റ്റ് കസിൻ്റെ മകളുടെ കല്യാണം. അപ്പോൾ അവർ മദ്രാസിലുള്ളവരാണ്. പാലക്കാട്ട് വെച്ചാണ് കല്യാണം നടത്തുന്നതെന്നുള്ളതുകൊണ്ട് അതിന് എല്ലാ കാര്യങ്ങൾക്കും എന്നെയാണ് അവർ ആശ്രയിക്കുക. എല്ലാ അഡ്വൈസും എല്ലാ അറേഞ്ച്മെൻറ്റുകളും ഒക്കെ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇനിയും ആ സമയത്തും കൂടെ ഉണ്ടാവണം. അതുകൊണ്ട് എന്താ പറയുക, എൻ്റെ സന്യാസത്തിന് പോകുന്നതിന് മുമ്പ് ഈ കുട്ടിക്ക് ചോറൂണ് കൊടുത്തത് എൻ്റെ കൈകൊണ്ടാണ്. അന്ന് ഞാൻ ബ്രഹ്മചാരിയാണ്. ബ്രഹ്മചാരിയായിരിക്കുമ്പോൾ അമ്മാവൻ്റെ സ്ഥാനത്ത് ചോറൂൺ കൊടുത്ത കുട്ടിയുടെ കല്യാണമാണ്. പാലക്കാട് വെച്ചിട്ടാണ്. അതിൽ നായകത്വം അല്ലെങ്കിൽ നേതൃത്വം വഹിക്കാനായിട്ട് പോകുന്നു. എല്ലാം രഹസ്യമാണ്, സ്വകാര്യമാണ്. പക്ഷെ നിങ്ങളോടൊക്കെ പറയാൻ നിവൃത്തിയില്ല, പറയാതിരിക്കാൻ. കാരണം പിറന്നാൾ ആശംസകൾ എത്രയോ കാലമായി, എത്രയോ ദിവസങ്ങളായി ഓരോരുത്തരും അയച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പം ഉള്ള സത്യം പറയണമല്ലോ. അപ്പം ആരും എന്താ പറയുക, എന്താ പിറന്നാൾ ആഘോഷമില്ലേ, ആശ്രമത്തിലില്ലേ, അല്ലെങ്കിൽ ഗുരുവായൂരിലുണ്ടോ, നാരായണീയ പാരായണമുണ്ടോ, മറ്റു പരിപാടികളുണ്ടോ, ഒന്നും ചോദിക്കണ്ട. ഓക്കെ, എല്ലാവർക്കും കാര്യങ്ങളൊക്കെ പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു.
നാരായണ. അപ്പോൾ എന്താ പറയുക, 11-ാം തീയതി 12-ാം തീയതി തുടങ്ങി നമുക്ക് റെഗുലറായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ തുടരും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് വരും, എന്താണെന്ന് വിചാരിക്കേണ്ട. പിന്നെ 16-ാം തീയതി ഒരു സപ്താഹത്തിൽ ഒരു ദിവസത്തെ മുഴുവൻ പ്രഭാഷണം ചെയ്യാനുണ്ട്. അത് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് പോകുന്ന വഴിയിൽ കാരാകുരിശി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു അയ്യപ്പ ക്ഷേത്രത്തിലാണ്. കാരാകുരിശി അയ്യപ്പ ക്ഷേത്രം തച്ചമ്പാറയ്ക്ക് അടുത്തായിട്ട് വരും. അവിടെ ഒരു അയ്യപ്പ ക്ഷേത്രത്തിൽ ഒരു സപ്താഹം മറ്റാചാര്യന്മാരെല്ലാം ചേർന്ന് നടത്തുന്നതാണ്. 3-ാം ദിവസത്തെ പഞ്ചമസ്കന്ധം മുതൽക്ക് സപ്തമസ്കന്ധ അവസാനം നരസിംഹാവതാരം വരെയുള്ള പ്രഭാഷണങ്ങൾ 16-ാം തീയതി ഞായറാഴ്ചയെ തോന്നുന്നു, അതെ ഞായറാഴ്ച ഉണ്ട്. അപ്പോൾ ആ ഭാഗത്തുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ മണ്ണാർക്കാടോ തച്ചമ്പാറയോ കോങ്ങാടോ കാരാകുരിശിയോ ശ്രീകൃഷ്ണപുരമോ ഒക്കെ ഉള്ളവർക്കൊക്കെ വരാവുന്നതാണ്. അതും ഓർമ്മയിൽ വയ്ക്കുക. ഇത്രേ വേണ്ടു. അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ തന്നെയൊക്കെ ഉണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് കാലടി പോണ്ടി വരും. പിന്നെ ഇന്നലെ കാലടിയായിരുന്നു. ജൂൺ മാസം 30-ാം തീയതി മുതൽക്ക് ജൂലൈ 7 വരെ പൂനെയിൽ ഒരു സപ്താഹമുണ്ട്. പൂനെയിലൊരു ശ്രീകൃഷ്ണ ക്ഷേത്രം എന്ന ഓർമ്മ. പിന്നെ ഡീറ്റെയിൽസൊക്കെ ഇടാം. അപ്പോൾ പൂനെക്കാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വരാം. പൂനെ സ്ഥലപ്പേര് മറന്നു, ഞാൻ പിന്നെ നോക്കിയിട്ട് അറിയിക്കാം. എല്ലാവർക്കും അഡ്വാൻസ് നോട്ടീസ് തന്നാണ്. പൂനെയിൽ വെച്ച് ജൂൺ 30 മുതൽ ജൂലൈ 7 വരെ. ഓക്കെ, അപ്പം നമുക്ക് ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് തിരിച്ചു വരാം. ഭാഗവത ജ്ഞാനഗംഗ 9ാം സ്കന്ധം 8-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കണം. ഇക്ഷ്വാകു വംശചരിതം തുടരുകയാണ്. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ മാന്ധാതാവിൻ്റെ വംശപരമ്പരയിൽ ത്രിശങ്കുവിൻ്റെയും ഹരിശ്ചന്ദ്രൻ്റെയും ഒക്കെ കഥകളാണ് കണ്ടത്. ഹരിശ്ചന്ദ്രൻ്റെ മാഹാത്മ്യം അവസാന ഭാഗത്ത് വർണ്ണിച്ചു. വിശ്വാമിത്ര മഹർഷിയുടെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹം ഈശ്വര ഗതിയെ പ്രാപിച്ചു, പരമാത്മ തത്വത്തെ സാക്ഷാത്കരിച്ചു എന്നുള്ള ആ ഒരു ഇത് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ അധ്യായം അവസാനിപ്പിച്ചത്. നമുക്ക് പുതിയ അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. ഹരിശ്ചന്ദ്രൻ്റെ പുത്രനായ രോഹിതൻ്റെ രോഹിതൻ്റെ പുത്രനായി ഹരിതനും ആ വംശപരമ്പരകളും വർണ്ണിക്കുകയാണ്. അതിലാണ് സകരൻ, അംശുമാൻ, അസമഞ്ജസൻ, ഭഗീരഥൻ മുതലായവരുടെ കഥകളും ഗംഗാ അവതരണവുമൊക്കെ വരുന്നു. ഗംഗാ ഉൽപ്പത്തി എന്നോ ഗംഗാ അവതരണം എന്നൊക്കെ പറയുന്ന ആ കഥയും ഈ ഭഗീരഥനോട് ബന്ധപ്പെട്ടിട്ടാണ്. അതിലേക്ക് നമുക്ക് വരാം, വായിക്കാം. ആദ്യം 8-ാം അധ്യായം വായിക്കാം. 31 ശ്ലോകങ്ങളാണ് ഉള്ളത്. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ 9ാം സ്കന്ധേ 8-മോऽധ്യായഃ. ശ്രീശുക ഉവാച. ഹരിതോ രോഹിതസുതഃ ചമ്പസ്തസ്മാദ് വിനിർമ്മിതാ ചമ്പാപുരീ സുദേവോതോ വിജയോ യസ്യ ചാത്മജഃ. ബരുഗസ്തൽസുതസ്തസ്മാദ് വൃകസ്തസ്യാപി ബാഹുഗഃ. സ്വരിഭിർഹൃതഭൂരാജ സഭാര്യോ വനമാവിശത്. വൃദ്ധം തം പഞ്ചദാം പ്രാപ്തം മഹിഷ്യനുമരിഷ്യതി.
ഔർവേണ ജാനതാത്മാനം പ്രജാവന്തം നിവാരിതാ. ആജ്ഞായാസ്യൈ സപത്നീഭിഃ ഗരോദത്തോന്ദസാ സഹ തേനൈവ സഞ്ജാതഃ സഗരാഖ്യോ മഹായശാഃ. സഗരശ്ചക്രവർത്യാസീത് സാഗരോ യൽസുതൈകൃതഃ യസ്താലജംഘാൻ യവനാൻ ശകാൻ ഹൈഹയബർബരാൻ നാവദീത് ഗുരുവാക്യേന ചക്രേ വികൃതവേഷിണഃ. മുണ്ടാൻ ശ്മശ്രുതരാൻ കാംശ്ചിത് മുക്തകേശാർദ്ധമുണ്ഡിതാൻ അനന്തർവാസസഃ കാംശ്ചിത് അബഹിർവാസസോപരാൻ സ്വാശ്വമേധൈരയജത സർവവേദസുരാത്മകം. ഔർവോപദിഷ്ടയോഗേന ഹരിം ആത്മാനമീശ്വരം തസ്യോത്സൃഷ്ടം പശും യജ്ഞേ ജഹാരാശ്വം പുരന്ദരഃ. സുമത്യാസ്തനയാ തൃപ്താഃ പിതുരാദേശകാരിണഃ ഹയമന്വേഷമാണാസ്തേ സമന്താജ്ഞഘനൻ മഹീം. പ്രാഗുദീക്ഷ്യാം ദിശി ഹയം ദദൃശുഃ കപിലാന്തികേ ഏഷ വാജിഹരശ്ചൗരഃ ആസ്തേ മീലിതലോചനഃ. ഹന്യതാം പാപഃ ഇതി ഷഷ്ടിസഹസ്രിണഃ ഉദായുധാ അഭിയയുഃ ഉന്മിമേഷ തദാ മുനിഃ. സ്വശരീരാഗ്നിനാ താവത് മഹേന്ദ്രഹൃതചേതസഃ മഹദ്വ്യതിക്രമഹതാ ഭസ്മസാദഭവൻ ക്ഷണാത്. ന സാധുവാദോ മുനികോപഭർജിതാ നൃപേന്ദ്രപുത്രാ യദി സത്വധാമനി കഥം തമോരോഷമയം വിഭാവ്യത്തെ ജഗൽപവിത്രാത്മനി ഖേരജോ ഭുവഃ. യസ്യേരിതാ സാഖ്യമയീ ദൃഢേഹ നൗഃ യയാ മുമുക്ഷുസ്തരതേ ദുരത്യയം ഭവാർണവം മൃത്യുപദം വിപശ്ചിതഃ പരാത്മഭൂതസ്യ കഥം പൃഥങ്മതിഃ. യോ അസമഞ്ജസ ഇത്യുക്തഃ സ കേശിന്യാ നൃപാത്മജഃ തസ്യ പുത്രോംശുമാൻ നാമ പിതാമഹഹിതേ രഥഃ. അസമഞ്ജസ ആത്മാനം ദർശയൻ അസമഞ്ജസം ജാതിസ്മരഃ പുരാ സംഗാത് യോഗീ യോഗാത് വിചാലിതഃ. ആചരൻ ഗർഹിതം ലോകേ ജ്ഞാതീനാം കർമ്മ വിപ്രിയം സരൈവാം ക്രീഡതോ ബാലാൻ പ്രാസ്യത് ഉദ്വേജയൻ ജനം. ഏവം വൃത്തഃ പരിത്യക്തഃ പിത്രാ സ്നേഹമപോഹ്യ വൈ യോഗൈശ്വര്യേണ ബാലാൻ താൻ ദർശയിത്വാ തതോ യയൗ. അയോധ്യാവാസിനഃ സർവേ ബാലകാൻ പുനരാഗതാൻ ദൃഷ്ട്വാ വിസിസ്മിരേ രാജൻ രാജാ ചാപ്യന്വതപ്യത. അംശുമാൻ ചോദിതോ രാജ്ഞാ തുരംഗാന്വേഷണേ യയൗ പിതൃവ്യഗാദാനുപഗം ഭസ്മാന്തി ദദൃശേ ഹയം. തത്രാസീനം മുനിം വീക്ഷ്യ കപിലാക്യമദോക്ഷജം അസ്തൗത്സമാഹിതമനാഃ പ്രാഞ്ജലിഃ പ്രണതോ മഹാൻ. അംശുമാനുവാച ന പശ്യതി ത്വാം പരമാത്മനോ ജനോ ന ബുധ്യത്തെ അദ്യാപി സമാധിയുക്തിഭിഃ. കുതോ പരേ തസ്യ മനഃ ശരീരധീ വിസർഗസൃഷ്ടാവയമപ്രകാശാഃ. യേ ദേഹഭാജസ്ത്രിഗുണപ്രധാനാ ഗുണാൻ വിപശ്യന്ത്യുതവാതമശ്ച യന്മായയാ മോഹിതചേതസസ്തേ വിദുസ്വസംസ്ഥം ന ബഹിഃപ്രകാശാഃ. തം ത്വാമഹം ജ്ഞാനഘനം സ്വഭാവപ്രധ്വസ്തമായാ ഗുണഭേദമോഹൈഃ സനന്ദനാദ്യൈർമുനിഭിർവിഭാവ്യം കഥം ഹി മൂഢഃ പരിഭാവയാമി. പ്രശാന്തമായാ ഗുണകർമ്മലിംഗം അനാമരൂപം സദസദ്വിമുക്തം ജ്ഞാനോപദേശായ ഗൃഹീതദേഹം നമാമഹേ ത്വാം പുരുഷം പുരാണം. ത്വന്മായാരചിതേ ലോകേ വസ്തുബുദ്ധ്യാ ഗൃഹാദിഷു ഭ്രമന്തി കാമലോഭേർഷ്യാമോഹവിഭ്രാന്തചേതസഃ. അദ്യ ന സർവഭൂതാത്മൻ കാമകർമ്മേന്ദ്രിയാശയഃ മോഹപാശോ ദൃഢശ്ചിന്നോ ഭഗവൻ തവ ദർശനാത്. ശ്രീശുക ഉവാച ഇത്തം ഗീതാനുഭാവസ്തം ഭഗവാൻ കപിലോ മുനിഃ
അംശുമന്ദമുവാചേതം അനുഗൃഹ്യ ധിയാ നൃപ. ശ്രീഭഗവാനുവാച അശ്വോയം നിയതാം വത്സ പിതാമഹ പശുസ്തവ ഇമേ ച പിതരോ ദഗ്ധ ഗംഗാംബോർഹന്തി നേതരത്. തം പരിക്രമ്യ ശിരസാ പ്രസാദ്യ ഹയമാനയത് സകരസ്തേന പശുനാ ക്രതുശേഷം സമാപയത്. രാജ്യം അംശുമതിന്യസ്യ നിസ്പൃഹോ മുക്തബന്ധനഃ ഔർവോപദിഷ്ടമാർഗേണ ലേഭേ ഗതിമനുത്തമാം. ഹരി ഓം. ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം നവമസ്കന്ധേ സകലോപാഖ്യാനേ അഷ്ടമോധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരേ നാരായണ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം, സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗയിലെ നവമസ്കന്ധം 8-ാം അധ്യായമാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഇക്ഷ്വാകു വംശചരിത്രം തുടരുന്നു. അതിൽ മാന്ധാതാവിന്റെ വംശം, ആ മാന്ധാതാവിന്റെ വംശത്തിലെ ത്രിശങ്കു, തുടർന്ന് ഹരിശ്ചന്ദ്രൻ, ഇവരുടെ കഥകൾ സൂചിപ്പിച്ചു. രണ്ടുപേരും വിശ്വാമിത്ര മഹർഷിയാൽ വളരെയധികം അനുഗ്രഹീതരായ മഹാത്മാക്കൾ. ത്രിശങ്കുവിന് വേണ്ടി വിശ്വാമിത്രൻ ഒരു സ്വർഗം തന്നെ പണിതു കൊടുത്തതും, വിശ്വാമിത്രനെ കൊണ്ട് യാഗം ചെയ്യിച്ച വിശ്വാമിത്രൻ പുരോഹിതനായിരുന്നു കൊണ്ട് ഇദ്ദേഹത്തിന്റെ യാഗത്തിൽ, ഹരിശ്ചന്ദ്രന്റെ യാഗത്തിൽ പശുവായി സമർപ്പിക്കപ്പെടേണ്ടിയിരുന്ന ശുനശേപനെ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയനുസരിച്ച് രക്ഷിച്ച് തന്റെ പുത്രനാക്കി വിശ്വാമിത്രൻ സ്വീകരിച്ചു, ദത്തെടുത്തു, രക്ഷ കൊടുത്തു. ഹരിശ്ചന്ദ്രന്റെ യാഗം പുത്രബലി കൂടാതെ തന്നെ പൂർത്തിയാക്കി. അതിനുശേഷം വിശ്വാമിത്ര മഹർഷി തന്നെ ഹരിശ്ചന്ദ്രന് വേണ്ട ഉപദേശങ്ങളെല്ലാം കൊടുത്ത് അദ്ദേഹത്തെ ബ്രഹ്മജ്ഞാനിയാക്കി, മുക്തനാക്കി മാറ്റി എന്നുള്ള കഥ നമ്മൾ വളരെ വിസ്തരിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇനി അദ്ദേഹത്തിന്റെ പുത്രനായ രോഹിതന്റെ വംശമാണ് നമ്മൾ കാണുന്നത്. ഓരോ ശ്ലോകങ്ങളായിട്ട് കാണാം. കഴിഞ്ഞ കഥകളിലേക്ക് വീണ്ടും വീണ്ടും പോകേണ്ടതില്ലല്ലോ. എന്താ വെച്ചാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ പൂർവ്വ കഥകളൊക്കെ കിടപ്പുണ്ട് അവിടെ, റെക്കോർഡഡായിട്ട്. എല്ലാം വീണ്ടും വീണ്ടും കേൾക്കുക. ആക്കണം എന്ന് വിചാരിക്കുന്നവർ ഓരോ കഥകളും മനസ്സിൽ നല്ലോണം പതിയാൻ, നല്ലതുപോലെ ഉറപ്പിക്കാൻ, എപ്പോൾ ഭാഗവതം വായിക്കുമ്പോഴും ഓർമ്മ വരാൻ വീണ്ടും വീണ്ടും കേൾക്കുക. പല പ്രാവശ്യം കേട്ട് കഴിയുമ്പോൾ ആ കഥകളൊക്കെ നല്ലതുപോലെ ഉള്ളിൽ ഉറയ്ക്കും. അതിൻ്റെ മാഹാത്മ്യങ്ങൾ, തത്വങ്ങൾ ഒക്കെ ഇപ്പോൾ ഇവിടെ ക്ലാസ്സിൽ പറയാത്തത് പോലും പലതും നിങ്ങൾക്ക് തന്നെ വിചാരം ചെയ്യുമ്പോൾ തെളിഞ്ഞു വരികയും ചെയ്യും. ഓരോരുത്തർക്കും അവരവരുടെ സംസ്കാരത്തിനനുസരിച്ച് അതിലെ തത്വങ്ങൾ തെളിഞ്ഞു വരും. ആത്യന്തികമായിട്ടുള്ള പരമാർത്ഥ തത്വങ്ങളുമായിട്ട് കോൺട്രഡിക്ഷൻ ഇല്ലാത്ത ആശയങ്ങളൊക്കെ സ്വയം സ്വീകരിക്കാം. നമ്മുടെ പ്രമാണങ്ങളായിരിക്കുന്ന വിഷയങ്ങൾക്ക് വിരുദ്ധമാകരുത് നമ്മൾ എന്തെങ്കിലുമൊക്കെ പുതിയ കണ്ടെത്തലുകൾ നടത്തുമ്പോൾ. മനനം ചെയ്യുമ്പോൾ നമുക്ക് പല ആശയങ്ങളും തോന്നും. അതിനെ നമ്മൾ നമ്മുടെ തത്വശാസ്ത്രങ്ങളുടെ ഉരകല്ലിൽ ഉരച്ചു നോക്കണം. മെയിൻ സ്ട്രീം തത്വചിന്തയുമായിട്ട്
ഒന്നിച്ചു പോകുന്നുള്ളതാണെങ്കിൽ നമുക്കെല്ലാം സ്വീകരിക്കാവുന്നതാണ്, നല്ലതെല്ലാം സ്വീകരിക്കാം. അതുമായിട്ട് വിരുദ്ധമായി വരുന്നതൊക്കെ ശരിയല്ല എന്ന് മനസ്സിലാക്കി ഉപേക്ഷിക്കാം. അങ്ങനെയാണ് വേണ്ടത്. ശരി, നമുക്ക് 8-ാം അധ്യായം ആരംഭിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ നവമസ്കന്ധേ അഷ്ടമോऽധ്യായഃ. ശ്രീശുക ഉവാച. ഹരിതോ രോഹിതസുതഃ ചമ്പഃ തസ്മാദ് വിനിർമ്മിതാ ചമ്പാപുരീ സുദേവോതോ വിജയോ യസ്യ ചാത്മജഃ. ശ്രീശുക ഉവാച. ഹരിതോ രോഹിതസുതഃ ചമ്പസ്തസ്മാദ് വിനിർമ്മിതാ ചമ്പാപുരീ സുദേവോതോ വിജയോ യസ്യ ചാത്മജഃ. അപ്പോൾ സുഖബ്രഹ്മർഷി ഹരിശ്ചന്ദ്രന്റെ പുത്രനായ രോഹിതന്റെ വംശത്തെ പറയാൻ ആരംഭിക്കുന്നു. രോഹിതസുതഃ ഹരിതഃ. ഹരിതഃ രോഹിതസുതഃ. ഹരിതൻ എന്ന് പറയുന്ന ആളാണ് രോഹിതന്റെ സുതൻ. പിന്നെ ചമ്പഃ തസ്മാത്, അവന്റെ പുത്രൻ ചമ്പൻ. തസ്മാത് ചമ്പഃ എന്ന് പറഞ്ഞാലോ ഹരിതാത് ചമ്പഃ. ഹരിതൻ എന്ന രോഹിതപുത്രനിൽ നിന്ന് ചമ്പൻ എന്ന പുത്രനുണ്ടായി. എന്നിട്ട് വിനിർമ്മിത ചമ്പാപുരി. ചമ്പനാണ് ചമ്പാപുരി എന്ന് പറയുന്ന പുരി നിർമ്മിച്ചത്. വിനിർമ്മിത ചമ്പാപുരി. അപ്പൊ ചമ്പ എന്നുള്ളതായിട്ടുള്ള പുരി, ഹിമാലയത്തില് ഉത്തരാഖണ്ഡിലുള്ളതായിട്ടുള്ള ഒരു പുരിയാണ് ചമ്പാപുരി. നമ്മള് ഉത്തരകാശി, ഗംഗോത്രി ആ റൂട്ടിലാണെന്നാ തോന്നുന്നു. നമ്മള് യാത്രകളിൽ, ചാർധാം യാത്രകളിൽ കടന്നു പോകും, ചമ്പാപുരിയിലൂടെ കടന്നു പോകും. അതെ, ഉത്തരകാശി തന്നെയാണ്. ഉത്തരകാശിക്ക് അടുത്തുള്ളതായിട്ടുള്ള പുരിയാണ് ചമ്പാപുരി എന്നാണ് ഓർമ്മ. അപ്പോൾ ക്ലിക്കാവണില്ല. ശരി, അവിടെ ഒരു പുരിയുണ്ട്, ചമ്പാപുരി. നമ്മുടെ വലിയ ഗംഗയിൽ വലിയ ഡാമൊക്കെ പണിതിട്ടുണ്ട്, ടഹറി ഡാം. ആ ടഹറി ഡാമിലേക്കൊക്കെ പോകുന്ന വഴിയിലാണ്. അതെ, ഉത്തരകാശിക്ക് അടുത്ത് തന്നെയാണ്. അപ്പോൾ ഒരു പുരിയുടെ പേരാണ് ചമ്പാപുരി. അത് നിർമ്മിച്ചത് ചമ്പനായതുകൊണ്ടാണ് ചമ്പാപുരി എന്നുള്ള പേര് വന്നു ചേർന്നത്. പിന്നീട് സുദേവോ അതോ വിജയോ യസ്യ ച ആത്മജഃ. അപ്പൊ അതഃ സുദേവഃ, ചമ്പനിൽ നിന്ന് സുദേവൻ എന്ന പുത്രൻ. ഇനി വിജയഃ യസ്യ ച ആത്മജഃ. യസ്യ ആത്മജഃ വിജയഃ. സുദേവന്റെ പുത്രനായി വിജയൻ ജനിക്കുന്നു. അപ്പൊ രോഹിതൻ, ഹരിശ്ചന്ദ്രന്റെ മകൻ രോഹിതൻ, രോഹിതന്റെ പുത്രൻ ഹരിതൻ, ഹരിതന്റെ പുത്രൻ ചമ്പൻ, ചമ്പന്റെ പുത്രൻ സുദേവൻ, സുദേവന്റെ പുത്രൻ വിജയൻ. ഇങ്ങനെ വരുന്നു. ഭരുഗസ്തൽസുതസ്തസ്മാദ് വൃകസ്തസ്യാപി ബാഹുഗഃ സ്വരിബിർഹൃതഭൂരാജാ സഭാര്യോ വനമാവിശത്. ഭരുഗസ്തൽസുതസ്തസ്മാദ് വൃകസ്തസ്യാപി ബാഹുഗഃ സ്വരിബിർഹൃതഭൂരാജാ സഭാര്യോ വനമാവിശത്. ഭരുഗഃ തൽസുതഃ. അപ്പൊ മുമ്പേ പറഞ്ഞ വിജയന്റെ പുത്രനാണ് ഭരുഗൻ, വിജയപുത്രൻ ഭരുഗൻ. തസ്മാത് വൃഗഃ, അവനിൽ നിന്നുള്ള പുത്രനാണ് വൃഗഃ, വൃഗൻ എന്ന പേരുള്ള പുത്രൻ. തസ്യാപി ബാഹുഗഃ, അവന്റെ പുത്രനായിട്ട് ബാഹുഗഃ. അപ്പൊ ഭരുഗഃ, വൃഗഃ, ബാഹുഗഃ പരമ്പരയാ. എന്നിട്ട് ആ ബാഹുകനെ കുറിച്ച് ഒരു വരി സൂചിപ്പിക്കുന്നു. സഹ അരിഭിഹി ഹൃതഭൂഹു രാജ. സഹ രാജ അരിഭിഹി ഹൃതഭൂഹു.
ആ രാജാവ് ശത്രുക്കളാൽ, അരിബിഹി എന്ന് പറഞ്ഞാൽ അരികളാൽ, ശത്രുക്കളാൽ ഹൃദ ഭൂഹു, ഭൂഹു ഭൂമി, ഹൃദം ഹരിക്കപ്പെട്ടു. അപ്പൊ ശത്രുക്കളാൽ ഹരിക്കപ്പെട്ട ഭൂമിയോട് കൂടിയവനായിട്ട് എന്ന് വെച്ചാൽ ഭൂമി നഷ്ടപ്പെട്ടവനായിട്ട് സഭാര്യ വനം ആവശ്യത്ത്, ഭാര്യാസഹിതനായിട്ട് വനത്തിലേക്ക് രക്ഷപ്പെട്ടു, വനത്തിലേക്ക് പോയി. ഇത് നമ്മുടെ പല രാജാക്കന്മാരും അങ്ങനെ എന്താ പറയുക, മറ്റ് ശത്രു രാജാക്കന്മാരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി കഴിയുമ്പോൾ നിൽക്കക്കള്ളിയില്ലാതെ അഭയം പ്രാപിക്കും, വനങ്ങളിൽ ചെന്നിട്ട് അജ്ഞാതവാസം. ഇപ്പൊ ഇദ്ദേഹം ബാഹുകൻ തന്റെ ഭാര്യയോടുകൂടെ വനത്തിൽ ചെന്ന് വസിച്ചു എന്നാണ് അല്ലേ. ചിലത് യുദ്ധത്തിൽ നഷ്ടപ്പെടും, ചിലർക്ക് ചൂതുകളിയിൽ നഷ്ടപ്പെടും. നമ്മുടെ നളന്റെ കഥയാണെങ്കിൽ ചൂതുകളിയിലാണ്, അതുപോലെ നമ്മുടെ യുധിഷ്ഠിരന്റെ കഥയാണെങ്കിലും ചൂതുകളിയിലാണ്. രാമന്റെ കഥയിലാണെങ്കിൽ അച്ഛന്റെ വാക്ക് പാലിക്കാനായിട്ട് വനത്തിലേക്ക് പോയി. മറ്റു പലരും യുദ്ധത്തിൽ, നമ്മുടെ ദേവീ മഹാത്മ്യത്തിലെ രാജാവിന്റെ കഥയുണ്ട്, സുരഥൻ. അദ്ദേഹം പക്ഷേ ഭാര്യയെ കൂട്ടാതെ തനിയാണ് രക്ഷപ്പെട്ടു പോയത്. ഇങ്ങനെ ഓരോരുത്തരും വനത്തിലേക്ക് പലായനം ചെയ്യുന്നു. ഇവിടെ ബാഹുകൻ എന്ന് പറയുന്ന ആള് വനം ആവശ്യത്ത് സഭാര്യ. ഇവിടെ നെറ്റില് ആർക്കും ഒരു പ്രോബ്ലം ഇല്ല, വേറെ ആർക്കും ഉണ്ടെന്ന് തോന്നുന്നില്ല, ചിലർക്ക് ഉണ്ടാവും. നമുക്ക് കഥ തുടരാം. വൃദ്ധം തം പഞ്ചതാം പ്രാപ്തം മഹിഷി അനുമരിഷ്യതി ഔർവേണ ജാനതാത്മാനം പ്രജാവന്തം നിവാരിതാം. വൃദ്ധം തം പഞ്ചതാം പ്രാപ്തം മഹിഷി അനുമരിഷ്യതി ഔർവേണ ജാനത ആത്മാനം പ്രജാവന്തം നിവാരിത. അദ്ദേഹം വൃദ്ധനായി തം പഞ്ചതാം പ്രാപ്തം, പഞ്ചതയെ പ്രാപിച്ചു. പഞ്ചത എന്ന് പറഞ്ഞാലോ മരണം, പഞ്ചത്വം പ്രാപിക്കുക, പഞ്ചതയെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ശരീരം അഞ്ചായി വിഘടിക്കുക. ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ്, അത് അഞ്ചായി വിഘടിച്ചു പോകുന്നത് കൊണ്ടാണ് മരണത്തെ പഞ്ചത്വം പ്രാപിക്കുക എന്ന് പറയുന്നത്. ഈ ശരീരത്തിലുള്ളതായിട്ടുള്ള ആകാശം ആകാശത്തിലേക്കും, ഇതിലുള്ള വായു സമഷ്ടി വായുവിലേക്കും, ഇതിലുള്ള അഗ്നിതത്വം സമഷ്ടി അഗ്നിയിലേക്കും, ഇതിലെ ജലം സമഷ്ടി ജലത്തിലേക്കും, ഇതിലെ പൃഥ്വി സമഷ്ടി പൃഥ്വി തത്വത്തിലേക്കും ലയം പ്രാപിക്കുന്നു. അപ്പൊ പഞ്ചതയെ പ്രാപിച്ചു, അഥവാ പഞ്ചത്വത്തെ പ്രാപിച്ചു. അങ്ങനെ ആ വൃദ്ധനായ രാജാവ് മരിച്ചു. പക്ഷേ അദ്ദേഹം മരിച്ചപ്പോ മഹിഷി അനുമരിഷ്യതി, അദ്ദേഹത്തിന്റെ പത്നി ഭാര്യ അനുമരിഷ്യതി, ഒപ്പം മരിക്കാൻ ഇച്ഛിച്ചു. ആ ചിതയിൽ ചാടി സ്വന്തം ദേഹം ഉപേക്ഷിക്കാനായിട്ട് ആഗ്രഹിച്ചു. മരിഷ്യതി എന്ന് പറഞ്ഞാൽ മരിക്കാൻ ആഗ്രഹിക്കുന്നവളായി എന്നർത്ഥം. പക്ഷെ ഔർവേണ ജാനത ആത്മാനം പ്രജാവന്തം നിവാരിത. അപ്പൊ ഇത് മനസ്സിലാക്കി അവിടെ ഇവരെവിടെയാണോ താമസിച്ചിരുന്നത് അവിടെ ഇവർക്ക് അഭയം കൊടുത്ത ഒരു ഋഷി ഉണ്ടാവും, ഔർവൻ എന്ന പേരില്. ആ ഔർവൻ എന്ന ഋഷി ഇവള് ഗർഭിണിയാണെന്ന് അറിഞ്ഞു. അതാണ് ആത്മാനം പ്രജാവന്തം ജാനത. ഇവളുടെ ഗർഭത്തില് പ്രജയുണ്ട്, ശിശുവുണ്ട്. ഇപ്പൊ വൃദ്ധനാണെങ്കിലും അദ്ദേഹത്തിന് ഇവളില് ഗർഭം ധരിപ്പിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നു, അദ്ദേഹം മരിച്ചു പോകുന്നതിന് മുമ്പ്. അങ്ങനെ ആ രാജ്ഞി ഗർഭിണിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഗർഭിണിക്ക് ഭർത്താവിന്റെ ചിതയിൽ ചാടി ദേഹമെടുക്കാനുള്ള അവകാശം ഇല്ല. തന്റെ ദേഹത്തെ ഉപേക്ഷിക്കാം, മറ്റൊരാളുടെ ദേഹത്തെ ഉപേക്ഷിക്കാനുള്ള അവകാശമില്ല. അതുകൊണ്ട് തന്നെ ആ ഔർവൻ എന്ന് പറഞ്ഞ ഋഷി നിവാരിത പ്രജാവന്തം ഇതി ജാനത, ഇവളുടെ ഗർഭത്തിൽ പ്രജയുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് നിവാരണം ചെയ്തു, അവളെ തടഞ്ഞു. അരുത്, നീ മരിക്കാൻ പാടുള്ളതല്ല, നിന്റെ ഭർത്താവിന്റെ ബീജം നിന്റെ ഗർഭത്തിലുണ്ട്, അത് ഈ രാജ്യത്തിന്റെ അനന്തര രാജാവായി വരാൻ അവകാശമുള്ള യോഗ്യനായിട്ടുള്ള സന്തതിയാണ്. അതുകൊണ്ട് നീ ആ കുട്ടിയെ കൊല്ലാൻ അർഹതയില്ല. അതുകൊണ്ട് നീയും മരിക്കരുത്, നീ പ്രസവിച്ച ശേഷം ബാക്കി കാര്യം നോക്കിക്കോ, നിന്റെ കാര്യം നോക്കിക്കോ എന്ന് പറഞ്ഞ് തടഞ്ഞു. അതാണ് നിവാരിത
അപ്പോ ഇവളുടെ ഗർഭത്തിൽ രാജാവിന്റെ ബീജം ഉണ്ണിയായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ മറ്റ് സപത്നിമാർ ഇവളെ ഉപദ്രവിക്കുന്നു. അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. ആജ്ഞായാസ്യൈ സപത്നീഭിഃ ഗരോദത്തോന്തസാസഃ സഹ തേനൈവ സഞ്ജാതഃ സഗരാഖ്യോ മഹായശാഃ. ആജ്ഞായാസ്യൈ സപത്നീഭിഃ ഗരോദത്തോന്തസാസഃ സഹ തേനൈവ സഞ്ജാതഃ സഗരാഖ്യോ മഹായശാഃ. ആജ്ഞായ എന്ന് പറഞ്ഞാലോ അറിഞ്ഞിട്ട്, ആരറിഞ്ഞിട്ട്? ഇവളുടെ കൂടെയുള്ള മറ്റ് ഭാര്യമാര്, ഈ രാജാവിന് മറ്റു ഭാര്യമാരുണ്ട്. അപ്പൊ ആ സപത്നീഭിഹി, സപത്നികളാൽ, അസ്യൈ അവൾക്കായിക്കൊണ്ട്, ദത്തഃ അന്തസാസഹ ഗരഹ. ഗരഹ ദത്തഃ, ഗരം എന്ന് പറഞ്ഞാൽ വിഷമാണ്. അപ്പൊ ഗരം അത് ദത്തം നൽകപ്പെട്ടു. ഗരഹ ദത്തഃ എന്തോടുകൂടെ? അന്തസാസഹ. ഇവിടെ അന്തസ് എന്ന് പറഞ്ഞാല് ശബ്ദം ശ്രദ്ധിക്കുക. അന്നം, അന്നത്തിന്റെ പര്യായമാണ്. അപ്പൊ അന്തസാസഹ എന്ന് പറഞ്ഞാൽ അന്നത്തോടുകൂടെ ഭക്ഷണം കൊടുക്കുന്നതിന്റെ കൂട്ടത്തില് വിഷം കലർത്തി കൊടുത്തു. ഇവളും മരിക്കണം, കുട്ടിയും മരിക്കണം എന്ന് കരുതിയിട്ട് ഇവൾക്ക് മറ്റു സപത്നിമാര് വിഷം കലർത്തി കൊടുത്തു ഭക്ഷണത്തില്. എന്നിട്ടോ പക്ഷെ എന്തായി? ഇവളറിയാതെ ഭക്ഷണം കഴിക്കുകയും ചെയ്തു. ആ ഭക്ഷണത്തിൽ പോയ വിഷം ഈ കുട്ടിയുടെ ശരീരത്തിൽ എവിടെയോ ഉണ്ട്. ആ കുട്ടിയുടെ ശരീരത്തിൽ അതിന്റെ നിറവ്യത്യാസമൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് സഹ തേനൈവ സഞ്ജാതഃ സഗരാഖ്യോ മഹായശാഃ. ആ കുട്ടി മരണം വിധിക്കപ്പെട്ടിട്ടില്ല, ആ കുട്ടിയുടെ പ്രാരബ്ധം തീർന്നിട്ടില്ല. അതുകൊണ്ടാണല്ലോ ഔർവൻ എന്ന ഋഷി തടഞ്ഞതും. അദ്ദേഹം അത് മനസ്സിലാക്കിയിട്ടാണ് തടഞ്ഞത്. അതുകൊണ്ട് മരിക്കാനുള്ള സമയമായിട്ടില്ലാത്തതുകൊണ്ട് ആ കുട്ടി മരിച്ചില്ല. ഈ വിഷം ആ കുട്ടിയുടെ ശരീരത്തിലുണ്ട്. അതുകൊണ്ട് ഗരത്തോട് കൂടിയവൻ, വിഷത്തോട് കൂടിയവൻ ഇത് സഗരഹ. ഗരേണ സഹ വർത്തതേതി സഗരഹ. അവന്റെ പേര് വരുന്നത് സഗരൻ എന്ന പേര് വരുന്നതിന് കാരണം വിഷത്തോട് കൂടിയവൻ എന്നുള്ള അർത്ഥത്തിലാണ്. അതാണ് സഹ തേനൈവ സഞ്ജാതഃ സഗരാഖ്യോ മഹായശാഃ. മഹായശസ്വിയായുള്ള സഗരൻ എന്ന പേരിലുള്ള ചക്രവർത്തിയായിട്ടാണ് അവൻ തീരാൻ പോകുന്നത്. അപ്പൊ എന്തുകൊണ്ട് അവന് സഗരൻ എന്ന പേര് വന്നു? അവന് വിഷത്തോടു കൂടിയവൻ. നമ്മുടെ മഹാദേവന്റെ കണ്ഠത്തില് വിഷം തങ്ങി നിൽപ്പില്ലേ നീലകണ്ഠനായിട്ട്? അദ്ദേഹത്തിന് നീലകണ്ഠൻ, ശിതികണ്ഠൻ, ശ്രീകണ്ഠൻ എന്നൊക്കെ പേര് കിട്ടിയത് ആ വിഷമുള്ളത് കൊണ്ടാണ്. അപ്പൊ അതുപോലെ ഇവന്റെ ശരീരത്തിലും ആ വിഷാംശമുണ്ട്. അതെവിടെയെങ്കിലും ഏതെങ്കിലും രൂപത്തിൽ കാണപ്പെടുന്നുണ്ടാവും. അതുകൊണ്ട് അവന് നാട്ടുകാരൊക്കെ കൂടി പേരിട്ടു സഗരൻ. ഗരേണ സഹ വർത്തതേ. അപ്പൊ സഹ തേനൈവ സഞ്ജാതഃ സഗരാഖ്യോ മഹായശാഃ. സഗരഃ ചക്രവർത്യാസീത് സാഗരോ യൽ സുതൈഃ കൃതഃ യസ്താലജംഘാൻ യവനാൻ ശകാൻ ഹൈഹയ ബർബരാൻ നവദീത് ഗുരുവാക്യേന ചക്രേ വികൃതവേഷിണഃ. സഗരശ്ചക്രവർത്യാസീത് സാഗരോ യൽ സുതൈഃ കൃതഃ യസ്താലജംഘാൻ യവനാൻ ശകാൻ ഹൈഹയ ബർബരാൻ നവദീത് ഗുരുവാക്യേന ചക്രേ വികൃതവേഷിണഃ. സഗരഃ ചക്രവർത്തി ആസീത്. സഗരൻ ചക്രവർത്തി, ഭൂമണ്ഡലത്തിന്റെ മുഴുവൻ അധിപനായിട്ട് തീർന്നു. എന്നിട്ട് പറയുന്നു സാഗരോ യൽ സുതൈഃ കൃതഃ. സാഗരഃ യൽ സുതൈഃ കൃതഃ. സാഗരം ഏതൊരുവന്റെ പുത്രന്മാരാൽ ചെയ്യപ്പെട്ട, അപ്പൊ സഗരന്റെ പുത്രന്മാരാൽ ചെയ്യപ്പെട്ടതാണ് സാഗരം. സഗരന്മാർ എന്നാണ് പുത്രന്മാരെ ഒന്നിച്ചു പറയുക. അവരുടെ കഥ പറയാൻ പോകുന്നുണ്ട്. 60,000 പേരുണ്ട് സഗരന്റെ പുത്രന്മാർ. അവരെ സാഗരന്മാരെന്ന് വിളിക്കാൻ വേണമെങ്കിൽ സഗരപുത്രന്മാരായതുകൊണ്ട് അവരുടെ നിർമ്മിതിയാണ് സാഗരം. അതെന്തുകൊണ്ടാണെന്നൊക്കെ വരുന്ന ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്. അശ്വമേധയാഗം നടത്തും ഈ സഗരൻ. ആ അശ്വത്തെ ഇന്ദ്രൻ അപഹരിച്ചു പോകുമ്പോൾ ഈ അശ്വത്തെ തെരഞ്ഞ് ഭൂമിയൊക്കെ കുഴിച്ചു. അങ്ങനെ ഭൂമിയിൽ കുഴിച്ച് പല ഭാഗങ്ങൾ കുഴിയായി തീർന്ന് വെള്ളം നിറഞ്ഞ് സാഗരങ്ങളുണ്ടായി എന്ന് സാഗരങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു കഥ. അപ്പൊ സാഗരം ഉണ്ടാക്കിയവർ ഇവരാണ്, സഗരന്റെ പുത്രന്മാരാണ്. ആ കഥ വരാനിരിക്കുന്നു, എങ്കിലും ഇവിടെ സൂചിപ്പിച്ചു. സാഗരഃ യൽ സുതൈഃ കൃതഃ
യഹ താലജംഘാൻ യവനാൻ ശകാൻ ഹൈഹയ ബർബരാൻ ന അവതീത് ഗുരുവാക്യേന ചക്രേ വികൃതവേഷിണ. യഹ, ഇവിടെ യഹ എന്ന് പറയുമ്പോൾ ഏകവചനമാണ്, സകരൻ എന്നർത്ഥം. ഏതൊരു സകരനാണോ താലജംഘാൻ യവനാൻ ശകാൻ ഹൈഹയ ബർബരാൻ ന അവതീത് ഗുരുവാക്യേന. അപ്പൊ കുറച്ച് ആളുകളെ, ഓരോ സമൂഹങ്ങളാണ്, ഓരോ രാജ്യത്തുള്ള ദേശവാസികളുടെ പേരുകളാണ് താലജംഗന്മാർ എന്ന് പറയുന്നത്. താലജംഗ എന്ന് പറയുന്ന ദേശത്തുള്ള ദുഷ്ടന്മാരായിട്ടുള്ള ആളുകൾ താലജംഗന്മാര്, യവന ദേശത്തുള്ളവര് യവനന്മാര്, ശക ദേശത്തുള്ളവര് ശകന്മാര്, ഹേഹയ ദേശത്തുള്ളവര് ഹൈഹയന്മാര്, ബർബര ദേശത്തുള്ളവര് ബർബരന്മാര്. ഇങ്ങനെ ചില ദേശത്തുള്ള ദുഷ്ടന്മാരെ ഇദ്ദേഹം ന അവധീത് വധിച്ചില്ല. എന്തുകൊണ്ട്? ഗുരുവാക്യേന, അദ്ദേഹത്തിന്റെ ഗുരു പറഞ്ഞത് കാരണം. ഇപ്പൊ സകരന്റെ ഗുരു മിക്കവാറും വസിഷ്ഠനാവാനാണ് വഴി. കാരണം ഈ വംശത്തിന്റെ കുലഗുരു വസിഷ്ഠനാണ്. അപ്പൊ ഗുരുവാക്യേന ന അവധീത്, വധിച്ചില്ല. പിന്നെയോ ചക്രേ വികൃതവേഷിണ, വികൃതവേഷിണ ചക്രേ, അവരെയൊക്കെ വികൃതവേഷികളാക്കി തീർത്തു. ചക്രേ എന്ന് പറഞ്ഞാൽ ചെയ്തു. ചക്രവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ചകാര എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ചക്രേ. ലിട്ട് എന്ന് പറയും സംസ്കൃതത്തില്, ലിട്ട് രൂപമാണ്. ചകാര ഏകവചനം, ഇവരെയൊക്കെ ചെയ്തു എന്നുള്ള ബഹുവചനത്തിൽ ചക്രേ എന്ന് പറയും. വിരൂപന്മാരാക്കി വിട്ടു. എങ്ങനെയൊക്കെ വിരൂപന്മാരാക്കി എന്നുള്ളത് തുടർന്ന് പറയുന്നു. മുണ്ടാൻ ശ്മശ്രുധരാൻ കാംശ്ചിത് മുക്തകേശാർദ്ധമുണ്ടിതാൻ അനന്തർവാസസ കാംശ്ചിത് ബഹിർവാസസോപരാൻ അബഹിർവാസസോപരാൻ സ്വാശ്വമേധൈർ. അപ്പൊ പിന്നെ അവരെ എങ്ങനെയൊക്കെ വിരൂപന്മാരാക്കി എന്നുള്ളതാണ് 6-ാം ശ്ലോകം. മുണ്ടാൻ ശ്മശ്രുധരാൻ കാംശ്ചിത് മുക്തകേശാർദ്ധമുണ്ടിതാൻ അനന്തർവാസസ കാംശ്ചിത് അബഹിർവാസസോപരാൻ. നല്ല ഉഷ്ണം, എന്താണോ അറിയില്ല. ഫാനൊന്ന് ശരിയാക്കട്ടെ. നാരായണ. അപ്പോ എങ്ങനെയൊക്കെ ഈ ദേശവാസികളെ, ഏതൊക്കെ വാസികള്? താലജംഗന്മാർ, യവനന്മാർ, ശകന്മാർ, ഹൈഹയന്മാർ, ബർബരന്മാർ മുതലായ ആളുകളെ വിരൂപന്മാരാക്കി ചെയ്തു. എങ്ങനെയൊക്കെ വിരൂപന്മാരാക്കി ചെയ്തു? മുണ്ടാൻ, മുണ്ടൻ എന്ന് പറഞ്ഞാല് ജഡിലോ മുണ്ടി ലുഞ്ചിതകേശ അല്ലെ? സന്യാസിമാരെ കുറിച്ച് ശങ്കരാചാര്യ പറയുന്നുണ്ട്. ജഡിലൻ എന്ന് പറഞ്ഞാൽ തലയിൽ ജട നല്ലോണം പിടിപ്പിച്ചവൻ. ചിലര് ജഡിലന്മാരായിട്ട് നടക്കുന്നു, ചിലര് മുണ്ടികളായിട്ട് മുണ്ടനം ചെയ്തവരെ മൊട്ടയടിച്ച് നടക്കുന്നു, ചിലര് ലുഞ്ചിതകേശ. ലുഞ്ചിതകേശന്മാരെന്ന് പറഞ്ഞാൽ തലമുടി പിഴുതെറിയുന്നൊരു സമ്പ്രദായമുണ്ട്. അവർ ഷേവിയില്ല, അല്ലെങ്കിൽ മുറിച്ചു കളയില്ല. ബുദ്ധന്മാരുടെ സമ്പ്രദായം അങ്ങനെയാണ്, പറിച്ചു കളയുക. തലമുടി അതിന്റെ വേരോട് കൂടിയിട്ട് ലുഞ്ചനം ചെയ്യാം. ലുഞ്ചിതകേശ കാഷായാംബര ബഹുകൃതവേഷ. കാഷായ വസ്ത്രങ്ങൾ പലതരത്തിൽ ധരിച്ച് ഇങ്ങനെ സഞ്ചരിക്കുന്നു. ഉദരനിമിത്തം ബഹുകൃതവേഷ. എന്തായാലും ഇവിടെ മുണ്ടന്മാരെന്ന് പറഞ്ഞാൽ തലമുടി മൊട്ടയടിച്ചവർ. ശ്മശ്രുധരന്മാർ, മുഖരോമങ്ങള് മീശയും മറ്റുമൊക്കെ ധരിച്ചിരിക്കുന്നവർ എന്ന് വെച്ചാൽ അപ്പൊ തലമുടി വെട്ടിയിട്ട് മീശ മാത്രം വെച്ചിട്ടുണ്ടാവും, ശ്മശ്രുധരന്മാരാക്കിയിട്ടും. കാംശ്ചിത് മുക്തകേശാൻ,
വേറെ ചിലരെ തലമുടി മുറിച്ചവരായിട്ട് മുക്തകേശന്മാരായിട്ടും, അർദ്ധമുണ്ടിതാൻ ചിലരെ പകുതി മുണ്ടനം ചെയ്ത് അല്ലെ തലമുടി പാതി മുണ്ടനം ചെയ്തവരായിട്ടും, അനന്തർവാസസഹ ചിലര് അന്തർവാസസില്ലാത്തവർ എന്ന് പറഞ്ഞാലോ അണ്ടർവെയേഴ്സ് ഒന്നും ധരിക്കാത്തവർ. നമ്മുടെ ഇപ്പോഴത്തെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ എന്നല്ല, കുറച്ചു കാലം മുമ്പ് വരെ തന്നെ ചില വിഭാഗം ആളുകളെയൊക്കെ നമ്മൾ അങ്ങനെ കണക്കാക്കുമായിരുന്നു, പറയുമായിരുന്നു. അവരങ്ങനെ തന്നെയായിരുന്നു സഞ്ചരിച്ചിരുന്നത് അല്ലേ. യവനന്മാരെന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ വിദേശ സംസ്കാരത്തിൽ ഉള്ളവരാണ്. അവരൊക്കെ ഇങ്ങനെയുള്ള വേഷധാരികൾ ഉണ്ടായിരുന്നു. അപ്പൊ അന്തർവാസസില്ലാത്തവർ, അകത്ത് വസ്ത്രം ധരിക്കാത്തവർ, അണ്ടർവെയറുകൾ ധരിക്കാത്തവർ, അനന്തർവാസസഹ. അബഹിർവാസസഹ ഇനി വേറെ ചിലര് മേൽവസ്ത്രം ധരിക്കാത്തവരായിട്ട് അല്ലെ, പ്രാകൃതന്മാരായിട്ട് മേൽവസ്ത്രം പോലും ധരിക്കാത്തവരായിട്ടും ചിലരെ ചക്രയെ ചെയ്തു പറയണം. അപ്പൊ ഇങ്ങനെയൊക്കെ പലരുടെയും വസ്ത്രങ്ങളെ അപഹരിക്കുകയും ചിലര് അന്തർവസ്ത്രങ്ങളില്ലാത്തവരാക്കുകയും ചിലരെ മൊട്ടയടിക്കുകയും ചിലര് മീശ മാത്രം വെക്കുകയും ചിലർ പാതി മുണ്ടനം ചെയ്യുകയൊക്കെ ചെയ്ത് വിരൂപന്മാരാക്കി ചെയ്തു. ആര്? ഈ സകരൻ എന്ന രാജാവ്, ചക്രവർത്തി ദുഷ്ടന്മാരെ കൊന്നുകളഞ്ഞില്ല ഗുരുവാക്യം കൊണ്ട്. തിരിച്ചറിയാൻ വേണ്ടി, സമൂഹം തിരിച്ചറിയാൻ വേണ്ടി. ഇന്നിപ്പോ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? പണ്ടൊക്കെ ഒരു സമൂഹത്തിനെ തിരിച്ചറിയാനുള്ള ഓരോരുത്തരുടെയും സംസ്കാരം തിരിച്ചറിയാനായിട്ടുള്ള വേഷങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ ആണുങ്ങളുടെ ഇടയിൽ തിരിച്ചറിയാനുള്ള വേഷങ്ങൾ കുറവായി. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഒരേ വേഷക്കാരായിരിക്കണം എല്ലാവരും. അത് ഏത് വേഷം? ചിന്തിക്കുക. ആരാണോ, ആരുടെ വേഷമാണോ എല്ലാവരും ധരിക്കണം എന്ന് പ്ലാൻ ചെയ്യുന്നത്, അവരുടെ വേഷത്തിലേക്ക് എല്ലാവരും മാറിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ സ്റ്റൈലിൽ താടി, അവരുടെ സ്റ്റൈലിൽ തലമുടി, അവരുടെ സ്റ്റൈലിൽ പാന്റ്, മുക്കാൽ പാന്റ്. ചിന്തിക്കുക ആരുടെ സ്റ്റൈലാണെന്ന്. അവരാണ് നിശ്ചയിക്കുന്നത്, അവരാണ് ഫാഷൻ സെറ്റ് ചെയ്യുന്നത്, ട്രെൻഡ് സെറ്റ് ചെയ്യുന്നത്. അത് കണ്ടിട്ട് നമ്മുടെ ഹിന്ദു കുട്ടികൾ, പ്രാന്തന്മാര് അതേ വേഷത്തെ അനുകരിക്കുന്നു. ഇപ്പൊ അത് കാരണം തിരിച്ചറിയാൻ നിവൃത്തിയില്ല. ഒരു ട്രെൻഡ് സെറ്റിംഗ് ആണ്. ഇന്നത്തെ നമ്മുടെ പിള്ളേരുടെയൊക്കെ താടി വളർത്തലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ആരുടെ താടി പോലെ ഉണ്ട് നോക്കൂ. പണ്ടത്തെ എന്താ പറയുക, അക്ബറുടെയും ബാബറുടെയും ജഹാംഗീറിന്റെയും ഒക്കെ സ്റ്റൈലാണ് തോന്നുന്നത്. വസ്ത്രധാരണമൊക്കെ അവരാണ് സെറ്റ് ചെയ്യുന്നത്. ആരെന്ത് വസ്ത്രം ധരിക്കണം, ആരെന്ത് ഭക്ഷണം കഴിക്കണം തീരുമാനിച്ചു തുടങ്ങി. നമ്മുടെ ഹിന്ദുക്കളുടെ ഭക്ഷണ രീതികളൊക്കെ ഇപ്പൊ തീരുമാനിക്കുന്നത് വേറെ പലരുമാണ്. നമ്മുടെ ആൾക്കാർക്ക് വകതിരിവില്ലാത്തത് കൊണ്ട്, അവരുടെ വഴിക്ക് വഴങ്ങിക്കൊടുത്തുകൊണ്ട് എല്ലാവരും ആ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കുഴിമന്തിക്കാരായി മാറി. എവിടെ നോക്കിയാലും ധാരാളം കുഴിമന്തി കാണുന്നുണ്ട്. എവിടെ തിരക്ക് ആരുടെയാ നോക്കിയാൽ ഹിന്ദുക്കളുടെ ആയിരിക്കും കൂടുതൽ. ബിരിയാണി കടകളിലൊക്കെ തിരക്ക് ആരുടെയാ ചോദിച്ചാൽ ഹിന്ദുക്കളുടെയാ. പാർക്ക് ചെയ്യാനൊന്നും സ്ഥലമില്ല അവിടെയൊക്കെ. പല ഈ പറഞ്ഞ ബിരിയാണി, അതുപോലെ കുഴിമന്തി, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഹിന്ദുക്കൾ മത്സരിച്ച് തിരക്കി ഇതാക്കണം. വെജിറ്റേറിയൻ ഹോട്ടലുകൾ വല്ലതും ഉണ്ടെങ്കിൽ അവിടെ വരുന്നവർ ആരാണെന്ന് നോക്കിയാൽ ഒക്കെ ബുർക്കയിട്ട ആൾക്കാരാണ്. അവിടെ ഹിന്ദുക്കളില്ല. അവർ തെരഞ്ഞു വരുന്നത് വെജിറ്റേറിയൻ ഹോട്ടൽസ്. അവർക്ക് മനസ്സിലായി മറ്റത് ആരോഗ്യത്തിന് ഹാനികരമാണെന്ന്, വെജിറ്റേറിയൻ ആണ് നല്ലതെന്ന് അവർക്ക് മനസ്സിലായി. ഇവിടെയുള്ള ജന്തുക്കൾക്ക് മനസ്സിലായിട്ടില്ല. അവര് വിഷം കഴിച്ചോണ്ടേ ഇരിക്കുകയാണ്. ചിന്തിക്കുക. അപ്പൊ അതൊക്കെ പണ്ടേ ഇങ്ങനെയുള്ള ഇതായിട്ട് ഭ്രഷ്ട് കൽപ്പിച്ച ആളുകളാണ്. ധാർമ്മികന്മാരല്ലാത്തത് കൊണ്ട്, സംസ്കാരരഹിതന്മാരായതുകൊണ്ട്, ദുഷ്ടന്മാരായതുകൊണ്ട് അവർക്ക് ഒരു പ്രത്യേക ഇതിലൂടെ സമൂഹം തിരിച്ചറിയാൻ വേണ്ടി, ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി അവരിൽ ചില മാർക്കുകൾ കൊടുത്തിരുന്നു. അതാണ് ഇവിടെ പറഞ്ഞു വന്നത്. മുണ്ടാൻ സ്മശ്രുതരാൻ കംശ്ചിത് മുക്തകേശാർദ്ധമുണ്ടിതാൻ അനന്തർവാസസ കംശ്ചിത് അബഹിർവാസസോപരാൻ സ്വ അശ്വമേധൈർ അയജതാ സർവവേദസുരാത്മകം
ഔർവോപദിഷ്ടയോഗേന ഹരിം ആത്മാനമീശ്വരം സ്വ അശ്വമേധൈർ അയജത സർവവേദസുരാത്മകം ഔർവോപദിഷ്ടയോഗേന ഹരിം ആത്മാനമീശ്വരം സഹ അശ്വമേധൈ അയജത അവൻ അശ്വമേധങ്ങളെ കൊണ്ട് യജ്ഞം ചെയ്തു. സർവവേദസുരാത്മകം എങ്ങനെയുള്ളത്? സർവവേദസ്വരൂപനും സുരന്മാരുടെ ദേവന്മാരുടെ ആത്മാവായിരിക്കുന്നവനുമായ ആത്മാനം ഈശ്വരം ഹരിം, എല്ലാവരുടെയും ആത്മാവായിരിക്കുന്ന ഈശ്വരനായ നിയന്താവായ ഹരിയെ അശ്വമേധയാഗങ്ങളെ കൊണ്ട് അയജത. എങ്ങനെ? ഔർവോപദിഷ്ട യോഗേന, ഔർവനാൽ ഉപദേശിക്കപ്പെട്ട മാർഗത്തിലൂടെ, വിധിപ്രകാരം. അപ്പൊ ഔർവൻ ആരാണ്? സഗരന്റെ ജീവൻ രക്ഷിച്ച ആളാണ് അല്ലെ? സഗരനെ അമ്മയുടെ ഗർഭത്തിലിരിക്കുമ്പോ അമ്മ അഗ്നിയിൽ ദേഹം ത്യജിക്കാൻ പുറപ്പെട്ടപ്പോ ഏതൊരു ഔർവ മഹർഷിയാണോ സഗരന്റെ ജീവനെ രക്ഷിച്ചത്, അല്ലെങ്കിൽ ആ അമ്മയെ രക്ഷിച്ചത്, ആ ഗുരു തന്നെയാണ് ഇവിടെ ഇദ്ദേഹത്തെ കൊണ്ട് അശ്വമേധയാഗങ്ങളൊക്കെ ചെയ്യിക്കുന്നത്. കാരണം ഔർവോപദിഷ്ട യോഗേന, ഔർവൻ എന്ന മഹർഷിയാൽ ഉപദേശിക്കപ്പെട്ട മാർഗത്തിലൂടെ വിധിപ്രകാരം സർവദേവന്മാരുടെയും സ്വരൂപനായിരിക്കുന്ന ആ ഹരിയെ, ആത്മസ്വരൂപനും ഈശ്വരനുമായ ഭഗവാനെ അശ്വമേധൈഹി അയജത. ഒരു ചക്രവർത്തി അശ്വമേധയാഗങ്ങളെ കൊണ്ടാണ് യജിക്കേണ്ടത്. തസ്യോത്സൃഷ്ടം പശും യജ്ഞേ ജഹാരാശ്വം പുരന്ദരഃ സുമത്യാസ്തനയാ ദൃപ്താഃ പിതുരാദേശകാരിണഃ ഹയമന്വേഷമാണാസ്തേ സമന്താത് ന്യഗനൻ മഹീം. തസ്യോത്സൃഷ്ടം പശും യജ്ഞേ ജഹാരാശ്വം പുരന്ദരഃ സുമത്യാസ്തനയാ ദൃപ്താഃ പിതുരാദേശകാരിണഃ ഹയമന്വേഷമാണാസ്തേ സമന്താത് ന്യഗനത് മഹീം. തസ്യ ഉത്സൃഷ്ടം പശും യജ്ഞേ ജഹാര അശ്വം പുരന്ദരഃ. തസ്യ യജ്ഞേ ഉത്സൃഷ്ടം പശും, തസ്യ സകരസ്യ യജ്ഞേ അശ്വമേധയാഗേ ഉത്സൃഷ്ടം അഴിച്ചുവിട്ടതായിട്ടുള്ള പശും, ഇവിടെ യാഗപശുവായ അശ്വത്തെ, യാഗാശ്വത്തെ ജഹാര ഹരിച്ചു. ആര്? പുരന്ദരഃ. പുരന്ദരഃ ഇന്ദ്രഃ. ഇപ്പോഴത്തെ വൈവസ്വത മന്വന്തരത്തിലെ ഇന്ദ്രന്റെ പേരാണ് പുരന്ദരൻ. അപ്പൊ വൈവസ്വത മന്വന്തരത്തിലെ ഇന്ദ്രനായ പുരന്ദരൻ ഇദ്ദേഹത്തിന്റെ അശ്വമേധയാഗത്തിൽ അഴിച്ചുവിട്ട കുതിരയെ ഹരിച്ചു, അപഹരിച്ചു കൊണ്ടുപോയി. അപ്പോഴോ സുമത്യാഹ തനയാഹ ദൃപ്താഹ പിതുരാദേശകാരിണഃ ഹയം അന്വേഷമാണാഹ തേ സമന്താത് ന്യഗനത് മഹീം. ന്യഗനന് മഹീം. സുമത്യാഹ തനയാഹ, സുമതി എന്ന അദ്ദേഹത്തിന്റെ ഭാര്യ, അവരുടെ മക്കള് സുമത്യാഹ, സുമതിയുടെ തനയന്മാർ. അപ്പൊ അദ്ദേഹത്തിന് 2 ഭാര്യമാരുണ്ട്. അതിലൊന്നാണ് സുമതി. സകരന്റെ ഒരു ഭാര്യയായ സുമതിയുടെ മക്കൾ ദൃപ്താഹ, അഹങ്കാരികളായിരുന്നു. കാരണം അവർ 60,000 പേരുണ്ടേ, അവര് വലിയൊരു ശക്തിയാണ്. ആ 60,000 പേരുള്ളത് കൊണ്ട് അവർ താന്തോന്നികളും വലിയ അഹങ്കാരികളുമായിരുന്നു. അങ്ങനെയുള്ളവര് പിതുരാദേശകാരിണ, അച്ഛന്റെ ആദേശം ചെയ്യുന്നവരായിട്ട്, അച്ഛന്റെ നിർദ്ദേശപ്രകാരം അശ്വാന്വേഷണം ചെയ്യണം, യാഗാശ്വത്തെ തെരഞ്ഞു നടക്കുന്നവരായിട്ട്, ഹയം അന്വേഷമാണാഹ തേ തേ ഹയം അന്വേഷമാണാഹ, അവര് കുതിരയെ തെരയുന്നവരായിട്ട്, സമന്താത് ന്യഗനൻ മഹീം. സമന്താത് 4 ഭാഗത്തും ചുറ്റുഭാഗത്തും എന്നൊക്കെ അർത്ഥം. എല്ലായിടത്തും തെരയുന്നിടത്തൊക്കെ പോയിട്ട് എവിടെയും കാണാതാകുമ്പോ ഭൂമിക്കടിയിലേക്ക് അവര് തുരന്നു നോക്കുകയാണ്. അതാണ് ന്യഗനത്, നിഗനനം ചെയ്തു. ന്യഗനൻ എന്ന ബഹുവചനം, 60,000 പേരുള്ളതുകൊണ്ട് ന്യഗനൻ. ന്യഗനൻ മഹി, മഹിയെ ഭൂമിയെ കളച്ച് മറിച്ച് ഖനനം ചെയ്ത് തുരന്നു നോക്കി. തുരപ്പന്മാരുടെ പണിയെടുത്തു. ഒരു 60,000 പേരും മണ്ണിന്റെ അടിയിൽ എവിടെയെങ്കിലും ഉണ്ടോ, പാതാള ലോകത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടോ ഈ കുതിരയെ എന്ന് തെരഞ്ഞുകൊണ്ട് അവര് ഭൂമിയെ തുരന്നു. അങ്ങനെയാണ് സകരന്മാരുടെ പുത്രന്മാര്, സകരന്റെ പുത്രന്മാരാൽ ഭൂമി
ഖനനം ചെയ്തതുകൊണ്ട് ആ കുഴികളിലൊക്കെ വന്ന് വെള്ളം നിറഞ്ഞിട്ടാണ് സമുദ്രം ഉണ്ടായത്. അപ്പൊ എത്ര വലിയ കുഴികളാണ് അവർ ഖനനം ചെയ്തിട്ടുള്ളത് എന്ന് ഊഹിക്കാം. കാരണം ഇത്രയും ആൾക്കാരും ഉണ്ട്, ഇത്രയും ശക്തന്മാരായിട്ടുള്ള 60,000 രാജകുമാരന്മാരാണ്. പിന്നീട് അവര് അശ്വത്തെ കണ്ടുമുട്ടുന്നു. എവിടെ വെച്ചിട്ട്? പ്രാഗുദീച്യം ദിശി ഹയം ദദൃശുഹു കപിലാന്തികെ ഏഷ വാജിഹരശ്ചൗരഃ ആസ്തേ മീലിതലോചനഃ ഹന്യതാം ഹന്യതാം പാപഃ ഇതി ഷഷ്ടിസഹസ്രിണഃ ഉദായുധാ അഭിയയുഃ ഉന്മിമേഷ തദാ മുനിഃ. പ്രാഗുദീച്യാം ദിശി ഹയം ദദൃശുഹു കപിലാന്തികെ ഏഷ വാജിഹരശ്ചൗരഃ ആസ്തേ മീലിതലോചനഃ ഹന്യതാം ഹന്യതാം പാപഃ ഇതി ഷഷ്ടിസഹസ്രിണഃ ഉദായുധാ അഭിയയുഃ ഉന്മിമേഷ തദാ മുനിഃ. അവരെങ്ങനെ കുതിരയെ തെരഞ്ഞു നടക്കുമ്പോ പ്രാഗുദീച്യാം ദിശി, പ്രാക്ക് എന്ന് പറഞ്ഞാൽ കിഴക്ക്, ഉദീചി വടക്ക്. അപ്പൊ കിഴക്ക് വടക്കേ ദിക്കിൽ അവരിങ്ങനെ അന്വേഷിച്ച് കിഴക്ക് വടക്ക് ദിക്കിലേക്ക് ചെന്നു. അവിടെ ഹയം ദദൃശുഹു, ഹയത്തെ ദർശിച്ചു. എവിടെ? കപിലാന്തികി, കപില മഹർഷിയുടെ ആശ്രമത്തിൽ, കപിലന്റെ സമീപത്ത്. കപില മഹർഷി എവിടെയാണുള്ളത്? കിഴക്ക് വടക്ക് ഗംഗാ സാഗരം എന്ന് പറയുന്ന ഗംഗാനദി സമുദ്രത്തിൽ ചെന്ന് ചേരുന്ന ആ ജംഗ്ഷൻ, ആ സന്ധി സ്ഥാനത്ത്, അഴിമുഖം എന്നൊക്കെ പറയുന്ന ആ ഭാഗത്ത് നദി ചെന്ന് സമുദ്രത്തിൽ ചേരുന്ന സ്ഥാനം. അന്ന് സമുദ്രമൊന്നും ആയിട്ടില്ല എന്ന് വിചാരിക്കാം. കാരണം സകരന്മാരാണ് പിന്നീട് സമുദ്രം ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞല്ലോ. അപ്പോ എന്തായാലും ആ ഒരു ഭാഗത്ത്, നമ്മുടെ എന്താ പറയുക, ഇന്നത്തെ ബംഗാളിൽ എന്ന് വേണമെങ്കിൽ പറയാം, ആ ഭാഗത്താണ് ഇദ്ദേഹം ഉണ്ടായിരുന്നത്. കപിലന്റെ ദേശം, വടക്ക് കിഴക്ക്. അപ്പൊ കപിലാന്തികെ ഹയം ദദൃശുഹു, കപിലന്റെ സമീപത്തായിട്ട് കുതിരയെ കണ്ടു. അപ്പൊ അവര് തമ്മിൽ പറയണം, യേശഹ വാജിഹരഹ ചൗരഹ, ഇവനാണ് കുതിരയെ അപഹരിച്ചവൻ, കള്ളൻ കള്ളൻ. ചൗരഹ എന്ന് പറഞ്ഞാൽ ചോരം എന്ന പ്രവൃത്തി ചെയ്തവൻ. ഇപ്പോ കപില മഹർഷി കണ്ണടച്ച് ധ്യാനനിരതനായിരിക്കുകയാണ്. അപ്പൊ അത് പറയണം, ആസ്തേ മീലിതലോചനഃ, നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ടേ കണ്ണടച്ചിരിക്കണോ കള്ളൻ എന്ന് ഇവർ തമ്മിൽ പറയുകയാണ്. എന്നിട്ട് പരസ്പരം അവർ പറയുന്നുണ്ട്, ഹന്യതാം ഹന്യതാം പാപഃ, ആ പാപിയെ, ദുഷ്ടനെ എല്ലാവരും കൊന്നുകളയും എന്ന് പരസ്പരം വിളിച്ചു പറയുന്നുണ്ട്. ഹന്യതാം ഹന്യതാം പാപഃ ഇതി ഷഷ്ടി സഹസ്രിണഃ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് 60,000 പേര്, ഷഷ്ടി 6, സഹസ്രം 1000, അപ്പൊ 60, ഷഷ്ടി 60, സഹസ്രം 60,000 പേര് ഉദായുധാഹ, ആയുധങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അഭിയയുഹു, അദ്ദേഹത്തിന്റെ നേർക്ക് പാഞ്ഞു ചെന്നു. എല്ലാവരും ആയുധപാണികളായിട്ട് ഈ മഹാത്മാവായ കപിലനെ വധിക്കാനായിട്ട് പുറപ്പെട്ടു. കപിലനല്ല കുതിര അടുത്തിരിക്കണം, അദ്ദേഹം സമാധിയിലിരിക്കുകയാണ്. പക്ഷെ ഇവരുടെ ബഹളം കേട്ടപ്പോൾ തഥാ മുനിഹി ഉന്മിമേഷ, ഉന്മിമേഷ എന്ന് പറഞ്ഞാൽ കണ്ണ് തുറന്നു എന്നാണ്. മിമേഷ, മിഴിച്ചു. ഉയരത്തിൽ കണ്ണിനെ, പീലികളെ ഉയർത്തി നോക്കി, കണ്ണുയർത്തി നോക്കി, അഥവാ കണ്ണ് തുറന്നു നോക്കി, കൺമിഴിച്ചു എന്നർത്ഥം. സമാധിയിലിരുന്ന് അദ്ദേഹം ബഹളം കേട്ട് കണ്ണു തുറന്നു. അതോടുകൂടിയിട്ടോ സ്വശരീരാഗ്നിനാ താവത് മഹേന്ദ്ര ഹൃദചേതസഃ മഹദ്വ്യതിക്രമഹതാഃ ഭസ്മസാദഭവൻ ക്ഷണാത്. സ്വശരീരാഗ്നിനാ താവൻ മഹേന്ദ്ര ഹൃദചേതസഃ മഹദ്വ്യതിക്രമഹതാഃ ഭസ്മസാദഭവൻ ക്ഷണാത്. അപ്പോ താവത് സ്വശരീരാഗ്നിന ക്ഷണാത് ഭസ്മസാദ് അഭവൻ. ആ സമയത്ത് താവത് എന്ന് പറഞ്ഞാൽ അപ്പോൾ അവര് എന്തായി തീർന്നു? സ്വശരീരാഗ്നിന, സ്വന്തം ശരീരത്തിൽ നിന്നുള്ള അഗ്നി കൊണ്ട്, ക്ഷണാത് നിമിഷനേരം കൊണ്ട്, ഭസ്മസാദ് അഭവൻ, ഭസ്മസമാനമായി ഭവിച്ചു, ചാരമായി തീർന്നു. അതിന്റെ കാരണം എന്താണ്? മഹേന്ദ്ര ഹൃദചേതസഃ, മഹേന്ദ്രനാൽ ഹരിക്കപ്പെട്ട മനസ്സോടുകൂടി, വിവേകത്തോടു കൂടിയവരായിട്ട്. മായ കൊണ്ട് മഹേന്ദ്രൻ ഇവരുടെ വിവേകത്തെ നശിപ്പിച്ചു കളഞ്ഞു, മൂഢന്മാരായി തീർന്നു. അങ്ങനെ അഹങ്കാരികളായിരുന്ന അവര് ഇന്ദ്രമായ കൊണ്ട് മൂഢരായി തീർന്ന് മഹേന്ദ്രനാൽ ഹൃദചേതസ്സുകളായി തീർന്ന് മഹദ്വ്യതിക്രമഹതാഹ, അല്ലെങ്കിൽ തന്നെ അവർ സ്വയം ഹനിക്കപ്പെട്ടിരിക്കുന്നു. മഹത്തുക്കളെ വ്യതിക്രമിക്കുക, അതിക്രമിക്കുക,
അപ്പൊ മഹാനായ കപില മഹർഷിയെ അതിക്രമം ചെയ്തതിന്റെ, ഇദ്ദേഹത്തെ പാപനാണ്, ദുഷ്ടനാണ്, കള്ളനാണ്, കൊല്ലു എന്ന് പറഞ്ഞ ആയുധങ്ങളുമായി ആക്രമിക്കാൻ ചെന്നത് മഹദ്വ്യതിക്രമമാണ്. അതുകൊണ്ട് തന്നെ അത് വലിയൊരു പാപമാണ്. അത് തന്നെ അവരെ ദഹിപ്പിച്ചു കളഞ്ഞു. അതാണ് ഹതാ മഹദ്വ്യതിക്രമ ഹതാഹ. മഹദ്വ്യതിക്രമത്താൽ ഹനിക്കപ്പെട്ടവരായ അവരുടെ ദേഹത്തിൽ നിന്ന് തന്നെ അഗ്നി ഉണ്ടായി. വേറെ എവിടെ നിന്നും അഗ്നി പുറത്തുനിന്ന് വന്നതല്ല, കാട്ടുതീയിൽപ്പെട്ടതല്ല, കപില മഹർഷിയുടെ നെറ്റിയിൽ നിന്നോ വായിൽ നിന്നോ കണ്ണിൽ നിന്നോ ഉണ്ടായതല്ല. ഓരോരുത്തരും സ്വശരീരാഗ്നി കൊണ്ട് എന്നുവെച്ചാൽ അവരവരുടെ ഉള്ളിലുള്ള പാപം തന്നെ അഗ്നിയായി ഭവിച്ചു. ആ മഹാത്മാവായ കപിലന്റെ നോട്ടം കൊണ്ട് അദ്ദേഹം നോക്കിയതോടുകൂടി ഇവരുടെ പാപം അഗ്നിയായി അവരുടെ ദേഹങ്ങളെ ദഹിപ്പിച്ചു കളഞ്ഞു. ക്ഷണാത് ഭസ്മസാത് അഭവൻ. ക്ഷണനേരം കൊണ്ട് അവർ ഭസ്മ സമാനമായി ചാരമായി തീർന്നു. 60,000 പേരും ഭസ്മമായി തീർന്നു. ന സാധുവാദോ മുനികോപഭർജിതാ നൃപേന്ദ്രപുത്രാ ഇതി സത്വധാമനി കഥം തമോ രോഷമയം വിഭാവ്യത്തെ ജഗത്പവിത്രാത്മനിഖേരജോ ഭുവഃ ന സാധുവാതോ മുനികോപഭർജിതാ നൃപേന്ദ്രപുത്രാ ഇതി സത്വധാമനി കഥം തമോ രോഷമയം വിഭാവ്യത്തെ ജഗൽപവിത്രാത്മനിഖേരജോ ഭുവഃ. ഇത് വേറെ ചിലര് കഥയെ ഒന്ന് മാറ്റി പറയേണ്ട, അത് ശരിയല്ല എന്ന് പറയുന്നുണ്ട് ശുഖബ്രഹ്മർഷി. ഏത് കഥ? ഈ സകരന്മാർ മരിച്ചത് കപില ഭഗവാന്റെ നേത്രാഗ്നിയിൽ നിന്നാണ്, അദ്ദേഹത്തിന്റെ കോപാഗ്നിയിലാണ് ഇവര് ദഹിച്ചത് എന്ന് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇറ്റ്സ് നോട്ട് പ്രോപ്പർ, അത് ശരിയല്ല. ന സാധുവാദ. ഏതത് സാധുവാദ? എന്താണ്? നൃപേന്ദ്രപുത്രാഹ മുനികോപഭർജിതാഹ ഇതി. നൃപേന്ദ്രപുത്രാഹ സകരസ്യ പുത്രാഹ മുനികോപഭർജിതാഹ. മുനിയുടെ കോപത്താലാണ് പൊരിക്കപ്പെട്ടത്, ദഹിപ്പിക്കപ്പെട്ടത് എന്നൊക്കെ അർത്ഥം. ഭർജനം ചെയ്യാന്ന് പറഞ്ഞാൽ വറുക്കുക എന്നാണ് അർത്ഥം. അത് എന്തുകൊണ്ടാ വറക്കുക? ചൂടുകൊണ്ടാണ്. അപ്പൊ ഇവിടെ വരെ വറുത്ത് പൊരിച്ചു, ദഹിപ്പിച്ചു കളഞ്ഞു. അപ്പൊ നൃപേന്ദ്രപുത്രന്മാർ മുനികോപഭർജിതരായി, കപില ഭഗവാന്റെ കോപം കൊണ്ടാണ് ദഹിപ്പിക്കപ്പെട്ടത് എന്നുള്ള കഥയുണ്ടല്ലോ, അത് അറിവില്ലാത്ത ആളുകളുടെ കെട്ടുകഥയാണ്. ന സാധുവാദ. നമ്മുടെ പുരാണങ്ങളിൽ ഇതുപോലെ ഒരുപാട് അസാധുവാദങ്ങളുണ്ട് അല്ലേ? നമ്മുടെ വാമനന്റെ കഥയൊക്കെ നമ്മൾ വളച്ചൊടിച്ചിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ പറയുന്നത് സാധുവാദമല്ല ഇത്. യഥാർത്ഥ കഥ നിങ്ങൾ പഠിക്കും. അതുപോലെ ഓരോ കഥകളും ഏത് കാലത്തും തെറ്റിദ്ധരിക്കപ്പെട്ട് ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പലതരത്തില് അവരവരുടെ മനസ്സിനനുസരിച്ച് ഓരോരുത്തരും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. വായിൽ വന്നത് കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞ് പലരും പാടിയിട്ടുണ്ട്. വായിൽ വന്നത് കോതയ്ക്ക് പാട്ട് എന്നുള്ളതൊരു നല്ല പ്രയോഗമായിരുന്നു തമിഴില്. കോതൈ എന്നുള്ളത് മഹാലക്ഷ്മിയുടെ പര്യായമാണ്. മഹാലക്ഷ്മി ഭഗവാനെ സ്തുതിക്കുന്ന നല്ല വാക്കുകളെ കുറിച്ചിട്ടുള്ള പ്രയോഗമാണ് വായിൽ വന്നത് കോതയ്ക്ക് പാട്ട് എന്നുള്ളത്. കോതയ്ക്ക് വായിൽ വരും, നല്ലതെല്ലാം വരും. ഭഗവാനെ കുറിച്ച് നല്ല സ്മരണകളുള്ളപ്പോൾ നല്ല വാക്കുകളെ വരുള്ളൂ. നല്ല സംസ്കാരമുള്ളവർക്ക് നല്ല വാക്കുകളെ വരുള്ളൂ അല്ലേ? കോത എന്നുള്ളത് നമ്മൾ തെറ്റിദ്ധരിച്ചു. നമ്മുടെ നാട്ടിലൊക്കെ പഴയ കാലത്ത് ചില പ്രത്യേക സമൂഹത്തിലിട്ടിരുന്ന പേരുകളായിരുന്നു കോത എന്നുള്ളത്. അപ്പോൾ അവരെ വിലയില്ലാത്തത് കൊണ്ട് ഈ ഒരു പ്രയോഗം തന്നെ തെറ്റിദ്ധരിക്കപ്പെട്ട പ്രയോഗമായി മാറി. തമിഴ് പദമാണ് കോതൈ. കോതൈ എന്നാൽ ലക്ഷ്മി എன்ற അർത്ഥം. സാക്ഷാൽ ലക്ഷ്മിയാണ് കോത. ചില സമൂഹത്തിന് നേരിട്ട് ലക്ഷ്മി എന്നൊന്നും പേരിടാൻ അധികാരം ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ലക്ഷ്മി എന്നുള്ളത് കോത നിട്ടാൽ മതി എന്ന് അന്നത്തെ സമൂഹം പറഞ്ഞിരുന്നു തോന്നുന്നു. അങ്ങനെയാണ് അവർക്ക് ചില പേരുകൾ വന്നത്. സാക്ഷാൽ ലക്ഷ്മി തന്നെയാണ് കോത. ഇരിക്കട്ടെ. അപ്പോ ഇവിടെ ന സാധുവാദ മുനികോപഭർജിത നൃപേന്ദ്രപുത്രാഹ ഇത്.
നൃപേന്ദ്രന്റെ പുത്രന്മാർ മുനികോപത്താൽ വർജിതരാണ് എന്നുള്ളത് പറയുന്നത് ശരിയല്ല. വി ഹാവ് ഒബ്ജക്ഷൻ. കാരണം എന്താ? സത്വദാമനി ജഗത് പവിത്രാത്മനി രോഷമയം തമഹ കഥം വിഭാവ്യത്തെ. സത്വദാമനി, സത്വസ്വരൂപനായിരിക്കുന്ന സത്വമൂർത്തിയായിരിക്കുന്ന ആ കപില ഭഗവാനിൽ, കപില ഭഗവാൻ എന്താണ്? സത്വദാമാവാണ്. അതാണ് സത്വസ്വരൂപനും. ജഗൽ പവിത്രാത്മനി, ലോകത്തെ പവിത്രീകരിക്കുന്ന മൂർത്തിയാണ് അദ്ദേഹത്തിന്റെ മൂർത്തി. അപ്പൊ അങ്ങനെയുള്ള ലോകത്തെ പവിത്രീകരിക്കുന്ന പുണ്യാത്മാവായ മഹാത്മാവിൽ കഥം രോഷമയം തമഹ വിഭാവ്യത്തെ, എങ്ങനെയാണ് കോപസ്വരൂപമായ തമോ ഗുണമുണ്ടാവുക? തമോ ഗുണത്തിൽ നിന്നാണ് കോപം. അപ്പൊ തമോ ഗുണം ഉണ്ടായിട്ടേ ഇല്ല അദ്ദേഹത്തിന്. അദ്ദേഹം സത്വസ്വരൂപനാണ്, സത്വമൂർത്തിയാണ്. കഥം വിഭാവ്യത്തെ. ഖേ ഭുവഃ രജഃ കഥം, ഉദാഹരണം ചോദിച്ചതാണ്. ഖേ രജോ ഭുവഃ, ഖേ ആകാശേ, ഭുവഃ രജഃ ഭൂമിയുടെ ധൂളികൾ. ധൂളികൾ എന്നുള്ളത് ഭൂമിക്ക് സ്വന്തമാണ്, അത് ആകാശത്തിൻ്റെതല്ല. ആകാശം അതിനെയൊന്നും സ്വീകരിക്കുന്നില്ല. അഥവാ ഒരു കാറ്റടിച്ചാൽ വേണമെങ്കിൽ കുറച്ചു ദൂരം പൊങ്ങും ധൂളികൾ, അത് ആകാശത്തെ മലിനമാക്കുന്നില്ല. കാറ്റ് മാറിക്കഴിഞ്ഞാൽ അത് സെറ്റിൽ ചെയ്യും, ഭൂമിക്ക് സ്വന്തം. അപ്പൊ ഭൂമിയുടെ സ്വഭാവമായിരിക്കുന്ന ധൂളികൾ അത് ഭൂമിക്ക് മാത്രം, ആകാശത്തിലില്ല. ആകാശത്തിൽ ധൂളികളില്ല. ആകാശം ധൂളികളെ സ്വന്തമാക്കുന്നില്ല. അപ്പൊ ആകാശം പോലെ നിർമ്മലനായ പവിത്രനായ സത്വമൂർത്തിയായ ഈ മഹാത്മാവില് നമ്മൾക്കൊക്കെ ഉള്ളതായിട്ടുള്ള സ്വഭാവ ദൂഷ്യം എങ്ങനെ വന്നു ചേരും? നമ്മളൊക്കെ ഭൂമിക്ക് തുല്യരായിട്ടുള്ളവരാണ്. ഭൂമിയിൽ ധൂളി ഉണ്ടാവുന്ന പോലെ നമുക്ക് തമോ ഗുണമുണ്ടാവും. ആകാശത്തിൽ എങ്ങനെയാ ധൂളികൾ ഉണ്ടാവുക? ധൂളി ഉണ്ടാവാനുള്ള മെറ്റീരിയൽ എന്താ ഉള്ളത് അവിടെ? അതുപോലെയാണ് മഹാത്മാവായിട്ടുള്ള സത്വമൂർത്തിയായിട്ടുള്ള അദ്ദേഹത്തിൽ ഒരിക്കലും കോപമുണ്ടാവുകയില്ല. അദ്ദേഹം കണ്ണു തുറന്നു നോക്കി. ഓരോരുത്തരും അവരവരുടെ ശരീരാഗ്നി കൊണ്ടാണ് ദഹിച്ചത്. അവരുടെ പാപമാണ് അതിന് കാരണം. അവരുടെ പാപം അവരുടെ ശരീരത്തെ ദഹിപ്പിച്ചു കളഞ്ഞു. ഇതാണ് ഇവിടുത്തെ വാദം. ന സാധുവാദോ മുനികോപവർജിത നൃപേന്ദ്രപുത്ര ഇതി സത്വധാമനി കഥം തമോരോഷമയം വിഭാവ്യത്തെ ജഗൽപവിത്രാത്മനി ഖേരജോ ഭുവഃ യസ്യേരിതാ സാംഖ്യമയീ ദൃഢേഹ നൗഃ യയാ മുമുക്ഷുസ്തരതേ ദുരത്യയം ഭവാർണവം മൃത്യുപഥം വിപശ്ചിതഃ പരാത്മഭൂതസ്യ കഥം പൃഥങ്മതിഃ. കപില ഭഗവാന്റെ മഹിമയെ വർണ്ണിക്കുന്ന ഒരു ശ്ലോകമാണ്. യസ്യരിതാ സാംഖ്യമയീ ദൃഢേഹ നൗഃ യയാ മുമുക്ഷുസ്തരതേ ദുരത്യയം ഭവാർണവം മൃത്യുപദം വിപശ്ചിതഃ പരാത്മഭൂതസ്യ കഥം പൃഥങ്മതിഃ. യസ്യ ഈരിതാ സാംഖ്യമയീ ദൃഢാ നൗഃ ഇഹ. ഇഹലോകേ, ഈ ലോകത്തിലുള്ള ജനങ്ങൾക്ക് വേണ്ടി യസ്യ, ഏതൊരുവന്റെ ഈരിത പറയപ്പെട്ടതാണ്. സാംഖ്യമയീ ദൃഢാ നൗഃ, സാംഖ്യം എന്ന പേരോട് അറിയപ്പെടുന്ന ദൃഢമായിട്ടുള്ള നൗക. എന്തു തരണം ചെയ്യാൻ? മുമുക്ഷുഹു യയാ തരതേ ദുരത്യയം ഭവാർണവം. ഭവാർണവം, സംസാരസാഗരം, അത് ദുരത്യയം, തരണം ചെയ്യാൻ പ്രയാസമേറിയ സംസാരസാഗരത്തെ മുമുക്ഷുഹു, മോക്ഷേച്ചു, തരണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാള് യയാ തരതേ, യയാ നൗകയാ തരതേ, യയാ നാവാ തരതേ, നൗഹു എന്ന് പറഞ്ഞു. നാവം അത് ദൃഢമാണ്, അത് തകരുന്ന കപ്പലല്ല, വളരെ ദൃഢമായിട്ടുള്ള കപ്പലാണ് ഇത്. സാംഖ്യം എന്നുള്ളതായിട്ടുള്ള ജ്ഞാനം, ആ സാംഖ്യജ്ഞാനം നമുക്ക് തരുന്ന വിവേകം, നമുക്ക് തരുന്ന ദർശനം, അത് പരമാർത്ഥ ദർശനമാണ്. അപ്പൊ അത് നമ്മളെ ഭവാർണവത്തെ തരണം ചെയ്യാൻ പ്രാപ്തിയുള്ളതാണ്, ശക്തിയുള്ളതാണ്. അപ്പൊ ഏതൊരുവന്റെ വാക്കുകളാണോ ആ സാംഖ്യം എന്നുള്ളതായിട്ടുള്ള ബലമേറിയ കപ്പലായി നമ്മളെ സംസാര സാഗരം കടത്തുന്നത്. ഭവാർണവം
മൃത്യുപദം. ആ ഭവാർണവം എങ്ങനെയുള്ളതാണ്? മൃത്യുപദം, വഴിനീളെ മൃത്യു കാത്തിരിക്കുന്നതാണ് ഈ ഭവാർണവം. എങ്ങനെയാണ് ഒരു സമുദ്രത്തില് അപകടങ്ങൾ പതിയിരിക്കുന്നത്, അല്ലെ? തിരമാലകളുടെ രൂപത്തില്, തിമിംഗിലങ്ങളുടെയും സ്രാവുകളുടെയും അതുപോലെ ചുഴികളുടെയും പാറക്കെട്ടുകളുടെയും ഐസ്ബർഗുകളുടെയും ചുഴലിക്കാറ്റിന്റെ രൂപത്തിലും സുനാമിയുടെ രൂപത്തിലും ഏതൊക്കെ രൂപത്തിലാണ് ഒരു സമുദ്രത്തിൽ നമ്മൾ ദീർഘമായിട്ടുള്ളൊരു യാത്ര പുറപ്പെട്ടാൽ ഭയപ്പെടാനുള്ളത്? ദിവസങ്ങളോളം നീണ്ടു കിടക്കുന്നതായിട്ടുള്ള ഒരു കപ്പൽ യാത്ര എന്താപത്ത് വേണമെങ്കിൽ എവിടെ വേണമെങ്കിൽ സംഭവിക്കാം. അനിശ്ചിതമാണത്. എവിടെ വേണമെങ്കിൽ മരണം സംഭവിക്കാം. അറിയില്ല എവിടെയാണ് മരണം പതിയിരിക്കുന്നത്, ഏത് രൂപത്തിലാണ് എന്ന്. പക്ഷേ നല്ല ബലമുള്ളൊരു കപ്പലുണ്ടെങ്കിലോ ദൃഢമായിട്ടുള്ളൊരു നൗകയുണ്ടെങ്കിലോ ധൈര്യമായിട്ട് പോകാം, അല്ലേ? നല്ലൊരു കപ്പിത്താനും ഒക്കെ ഉണ്ടെങ്കിൽ. അവിടെ കപ്പലും കപ്പിത്താനുമാണ്. ഇവിടെ കപ്പൽ അദ്ദേഹം തന്ന സാഖ്യം എന്ന ജ്ഞാനവും കപ്പിത്താൻ കപില മഹർഷിയാണ്. അപ്പോ വിപശ്ചിത, വിദ്വാൻമാരായിട്ടുള്ള ആളുകള് ഈ മൃത്യുപദത്തെ, ദുരത്യമായിട്ടുള്ള മൃത്യുപദം ഭവാർണവത്തെ തരണം ചെയ്യുന്നു. വിപശ്ചിത പരാത്മഭൂതസ്യ പൃഥങ്മതി കഥം. വിപശ്ചിത്ത വിദ്വാൻ, വിപശ്ചിത വിവേകിയും വിദ്വാനും ജ്ഞാനിയുമായിരിക്കുന്ന പരാത്മഭൂതസ്യ, പരമാത്മാവായി ഭവിച്ചിരിക്കുന്ന ഈ കപില മഹർഷിക്ക് പൃഥങ്മതി കഥം, ഭേദബുദ്ധി എവിടെ നിന്നുണ്ടാവാനാണ്? താൻ വേറെ, തന്നെ ആക്രമിക്കാൻ വരുന്ന സകരന്മാർ വേറെ, അതുകൊണ്ട് തന്റെ രക്ഷയ്ക്ക് അവരെ വധിക്കേണ്ടതാണ് എന്നുള്ള സങ്കല്പം അദ്ദേഹത്തിൽ ഉദിക്കുകയേ ഇല്ല. കാരണം തന്നെ തന്നെയാണ് സകരന്മാരിലും അദ്ദേഹം കാണുന്നത്. പരമാത്മാവായി ഭവിച്ച ആളാണ്. അപ്പൊ തന്റെ മുമ്പിൽ നിൽക്കുന്നവരുടെ ആത്മാ തന്റെ തന്നെ ആത്മാ തന്നെ. അപ്പൊ അവരെ വധിക്കണം എന്നുള്ള ഒരു സങ്കല്പം ഒരിക്കലും അദ്ദേഹത്തിന് ഉണ്ടാവില്ല. കാരണം ഭേദബുദ്ധിയില്ലാത്തത് കൊണ്ട്. അപ്പൊ പിന്നെ അദ്ദേഹം വധിച്ചു എന്ന് കൊലക്കുറ്റം അദ്ദേഹത്തിന്റെ മേലിൽ ആരോപിക്കുന്നത് ശരിയല്ല, ന്യായമല്ല. അപ്പൊ സുഖബ്രഹ്മർഷി എന്ന വലിയൊരു വക്കീല്, അല്ലെ, അഡ്വക്കേറ്റ്, നമ്മുടെ കപില മഹർഷിക്ക് വേണ്ടി വാദിക്കുകയാണ് ഇവിടെ. കപില മഹർഷിയുടെ മഹാത്മ്യം സ്ഥാപിക്കാൻ വേണ്ടി ഇനി മേലിൽ ആരും കപില മഹർഷിയെ ഇമാരി കഥ പറഞ്ഞു കുറ്റപ്പെടുത്തരുത്, അദ്ദേഹത്തിന് നാണക്കേടുണ്ടാക്കരുത്. എല്ലാവർക്കും അത് നഷ്ടമേ ഉണ്ടാക്കുള്ളൂ. മഹാത്മാക്കളെ കുറിച്ച് തെറ്റായ കാര്യങ്ങൾ പറഞ്ഞാൽ ആർക്കാണ് നഷ്ടം? അവർക്കല്ല നഷ്ടം. ആര് പറയുന്നുവോ, ആര് കേൾക്കുന്നുവോ, ആരത് ശരിയാണെന്ന് ധരിക്കുന്നുവോ അവർക്കാണ് നഷ്ടം. നമ്മളൊക്കെ പല കിംവദന്തികളും കേൾക്കുമ്പോഴേക്കും, അല്ലേ, അങ്ങോട്ട് പെട്ടെന്ന് വിശ്വസിച്ച് കളയും, അതിന്റെ സത്യാന്വേഷണം ചെയ്യില്ല. എന്നിട്ട് നഷ്ടം ആർക്കാണ്? നമുക്ക് തന്നെയാ നഷ്ടം. ഇപ്പൊ മൂഢന്മാര് പല വിഡ്ഢിത്തരങ്ങളും വിളിച്ചു പറയും. ഇന്ന് അത് കേൾക്കാനും അതിനെ നല്ലതുപോലെ ആംപ്ലിഫൈ ചെയ്യാനും ഒക്കെ മാധ്യമങ്ങൾ ധാരാളമുണ്ട്. അതൊക്കെ കേട്ട് ആ വഴിക്ക് ചിന്തിച്ചാൽ നഷ്ടം ആർക്കാണ്? നമുക്ക് തന്നെയാണ്. നമ്മൾ ഭാരതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, രാഷ്ട്രീയക്കാർ നടത്തുന്ന കാര്യങ്ങൾ, ഓരോരുത്തരെയും കുറിച്ച് തെറ്റായ പ്രചരണങ്ങളും ശരി മറച്ചു വെക്കലുകളും സ്വന്തം തെറ്റുകളെ ശരിയാക്കി അവതരിപ്പിക്കലുകളും, അല്ലേ, എന്തെല്ലാം കാണേണ്ടിയിരിക്കുന്നു നമ്മൾ. ഏറ്റവും നീചമായിട്ടുള്ള രീതികളിലാണ് നമ്മുടെ ഇന്നത്തെ ഈ വർഷത്തെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പാർലമെന്റ് ഇലക്ഷനിൽ പ്രചരണങ്ങൾ നടന്നത്, ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാധ്യമങ്ങളൊക്കെ വൃത്തികെട്ട ശബ്ദമാണ് അവരുടെയൊക്കെ. എന്തെല്ലാം തോന്നിയവാസങ്ങൾ, എന്തെല്ലാം നടക്കാത്ത വാഗ്ദാനങ്ങൾ ഒക്കെ പറഞ്ഞ് കുറെ വോട്ട് പിടിച്ചു, കുറെ ആളുകളെ വഞ്ചിച്ച് അവരുടെ വോട്ടുകൾ പിടിച്ചു. ഓരോ ഭാഗത്തും നടക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു. എങ്ങനെയൊക്കെയാണ് ഓരോ ഭാഗത്ത്
ഓരോ പാർട്ടിക്കാരും കള്ളത്തരങ്ങൾ പറഞ്ഞ് വോട്ട് പിടിച്ചിരിക്കുന്നത് എന്നുള്ളതും കാശ് കൊടുത്ത് വോട്ട് വാങ്ങിച്ചിരിക്കുന്നത് എന്നുള്ളതും ഭാവിയിൽ കൊടുക്കാമെന്നുള്ള വാഗ്ദാനത്തിന് എന്താ പറയുക ഓതറൈസ്ഡ് സർട്ടിഫിക്കറ്റ് തന്നെ കൊടുത്തിരിക്കണം. നിങ്ങൾ ഈ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുമായിട്ട് വരിക, ഞങ്ങൾ നിങ്ങൾക്ക് ഇത്ര പൈസ പിന്നീട് തരുന്നതായിരിക്കും ഞങ്ങൾ ജയിച്ചാൽ. എന്തൊരു അഴിമതിയാണത്, എന്തൊരു അക്രമമാണത്. ഇതിനെയൊക്കെയാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടതും ചോദ്യം ചെയ്യേണ്ടതും. പക്ഷെ അതിനെയൊക്കെ ന്യായീകരിക്കുകയും മര്യാദയ്ക്ക് ജയിച്ചവരെ പുലഭ്യം പറഞ്ഞുകൊണ്ടേയിരിക്കുകയും. ചിന്തിക്കുക, അസുരന്മാരുടെ സ്വഭാവം നമ്മൾ കാണുന്നു. അസുരന്മാര് എന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ സ്വയം അന്വേഷിക്കുക, വിചാരം ചെയ്യുക, എവിടെയൊക്കെ എന്തൊക്കെയാണ് യഥാർത്ഥത്തിൽ നടന്നത് എന്ന് അന്വേഷിക്കുക. അന്വേഷിക്കുമ്പോൾ കണ്ടെത്തും. നാരായണ. അപ്പൊ അതുപോലെ നമ്മുടെ കപില ഭഗവാനെ കുറിച്ച് എല്ലാ കാലത്തും മൂഢന്മാര് അദ്ദേഹത്തിന്റെ കോപം കൊണ്ട് സകരന്മാർ ദഹിച്ചുപോയി എന്ന് പെട്ടെന്ന് പറഞ്ഞു പോകും. ആരും ഇനിമേലിൽ പറയാതിരിക്കുക. അദ്ദേഹത്തിന് ഭേദഭാവനയേ ഇല്ല. പിന്നെയാണോ കോപം ഉണ്ടാവുന്നത്? പിന്നെയാണോ അദ്ദേഹത്തിന്റെ കോപാഗ്നി കൊണ്ട് ഇവർ ദഹിക്കുന്നത്? യസ്യേരിതാ സംഖ്യമയേ ദൃഢേഹനൗഹു യയാ മുമുക്ഷുസ്തരതേ ദുരത്യയം ഭവാർണവം മൃത്യുപദം വിപശ്ചിതഃ പരാത്മഭൂതസ്യ കഥം പൃഥങ്മതിഃ യോ അസമഞ്ജസ ഇത്യുക്തഃ സ കേശിന്യാം നൃപാത്മജഃ തസ്യ പുത്രോ അംശുമാൻ നാമ പിതാമഹഹിതേരഥഃ യോ അസമഞ്ജസ ആത്മാനം യോ അസമഞ്ജസ ഇത്യുക്തഃ സ കേശിന്യാം നൃപാത്മജഃ തസ്യ പുത്രോ അംശുമാൻ നാമ പിതാമഹഹിതേരഥഃ യോ അസമഞ്ജസഃ ഇത്യുക്തഃ. ഏതൊരുവൻ അസമഞ്ജസൻ എന്ന് പറയപ്പെടുന്നുവോ സ കേശിന്യാം നൃപാത്മജഃ. കേശിനി എന്നത് സകരന്റെ മറ്റൊരു പത്നിയാണ്. സുമതി ഒരു പത്നിയുടെ മക്കളാണ്. 60,000 പേര് സകരന്മാരെന്ന് പറഞ്ഞവര് മരിച്ചുപോയവര്, അവരുടെ സ്വന്തം പാപം കൊണ്ട് നശിച്ചുപോയവര്. മറ്റൊരു ഭാര്യയാണ് കേശിനി. ആരുടെ? ഈ സകര ചക്രവർത്തിയുടെ. അദ്ദേഹത്തിൽ ആ ഭാര്യയിൽ ഒരു മകനേ ഉള്ളൂ. അവന്റെ പേര് അസമഞ്ജസൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതാണ് കേശിന്യാം നൃപാത്മജഃ. കേശിനിയുള്ള രാജകുമാരൻ സഹ അസമഞ്ജസഃ ഇത്യുക്തഃ. അസമഞ്ജസൻ എന്ന് അറിയപ്പെടുന്നു. സമഞ്ജസം എന്ന് പറഞ്ഞാല് പ്രോപ്പർ, അപ്രോപ്രിയേറ്റ്, ഔചിത്യം എന്നൊക്കെ പറയുന്ന ഭാഷയാണ് സമഞ്ജസം. അതിന്റെ ഓപ്പോസിറ്റാണ് അസമഞ്ജസം. അപ്പൊ ആരാണോ ഇംപ്രോപ്പറായിട്ട് പെരുമാറുന്നത്, അസാധാരണമായി വിപരീതമായി സമൂഹത്തിന്റെ ഒരു നിയമങ്ങളുണ്ട്, അതിനെ ലംഘിച്ചുകൊണ്ട് ജീവിക്കുന്നത്, പെരുമാറുന്നത്, ആർക്കും പിടികിട്ടാത്ത രീതിയിൽ ഇയാൾ എങ്ങനെ പെരുമാറുമെന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റാത്ത സ്വഭാവത്തോടു കൂടിയത്, സമഞ്ജസമായിട്ടുള്ള രീതിയല്ല അദ്ദേഹത്തിൻ്റെത്. അതുകൊണ്ട് നാട്ടുകാരൊക്കെ കൂടി അദ്ദേഹത്തിനുള്ള പേരാണ് അസമഞ്ജസൻ. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ താന്തോന്നി, ഒരു മര്യാദയുമില്ലാത്തവൻ, ഒരു വ്യവസ്ഥയുമില്ലാത്തവൻ എന്നൊക്കെ അർത്ഥത്തിലാണ്. അപ്പോ അസമഞ്ജസൻ എന്ന് വിളിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ പുത്രൻ തസ്യ പുത്ര അംശുമാൻ നാമ. ഈ അസമഞ്ജസന്റെ ഒരു പുത്രനാണ് അംശുമാൻ എന്നറിയപ്പെടുന്നത്. പിതാമഹഹിതേ രഥഃ. പിതാമഹന്റെ ഹിതത്തിൽ രമിക്കുന്ന, നമ്മുടെ പിതാമഹൻ എന്നാൽ സകരൻ, സകര ചക്രവർത്തിയുടെ ഹിതത്തിൽ പ്രവർത്തിക്കുന്നവൻ എന്ന് വെച്ചാൽ എന്താ? സകര ചക്രവർത്തിയുടെ കുതിരയെ അന്വേഷിച്ച് വീണ്ടും പുറകെ പോകുന്നു. പുറകെ പോയി അപ്പോൾ തന്റെ വല്യച്ഛന്മാര് 60,000 പേര് മരിച്ചു കിടക്കുന്നത് കാണുന്നു. പിന്നീട് അവർക്ക് വേണ്ടി അദ്ദേഹം പ്രയത്നം ചെയ്യുന്നു. ആ കഥ ഇനി വരാനിരിക്കുന്നു.
അങ്ങനെയാണ് സകരന്മാർക്ക് തന്റെ അച്ഛന്റെ സഹോദരന്മാർക്ക്, അല്ലേ, അച്ഛന്റെ സഹോദരന്മാർ എന്നാൽ അച്ഛന്റെ അമ്മയുടെ സപത്നിയിലുണ്ടായ മക്കൾ. അച്ഛൻ ഒന്ന്, സകരൻ ഒന്ന്. ആ സകരന്റെ 2 ഭാര്യമാരിലുള്ള മക്കളാണ്. ഒന്ന് കേശിനിയിൽ അസമഞ്ജസനും സുമതിയില് സകരന്മാർ 60,000 പേരും. അവർ 60,000 പേരായതുകൊണ്ടാണ് അവർക്ക് പർട്ടിക്കുലർ പേരെടുത്ത് വിളിക്കാത്തത്. ഒന്നിച്ചങ്ങോട്ട് സകരന്മാരെന്ന് വിളിക്കാം. അല്ലെങ്കിൽ ഓരോരുത്തരുടെയും പേരെടുത്താൽ ദിവസങ്ങൾ വേണ്ടി വരും. അപ്പൊ ആ സകരന്മാരെ അവരുടെ നരകത്തിൽ നിന്ന് കരകയറ്റാനായി കൊണ്ട് പ്രയത്നിക്കുകയും പിതാമഹന്റെ അശ്വമേധത്തിലുള്ള അശ്വത്തെ വീണ്ടെടുക്കാനായിട്ട് പ്രയത്നിക്കുകയും ചെയ്തതുകൊണ്ട് പിതാമഹ ഹിതേ രഥഃ, പിതാമഹന്റെ ഹിതത്തിൽ പ്രവർത്തിക്കുന്നവനായി അംശുമാൻ. ഇനി ഇവിടെ അസമഞ്ജസന്റെ കഥ സന്ദർഭവശാൽ ഒരു 2-3 ശ്ലോകങ്ങളെ കൊണ്ട് പറയുന്നു. 4 ശ്ലോകങ്ങളെ കൊണ്ടാണ് അസമഞ്ജസന്റെ കഥ പറയുന്നത്. നമുക്കത് നാളെ വൈകിട്ട് കാണാം. അത് കഴിഞ്ഞിട്ട് അംശുമാന്റെ കഥ, അത് കഴിഞ്ഞ് ഭഗീരഥന്റെ കഥ, അങ്ങനെ തുടരാം. ഇപ്പൊ ഇവിടെ നിൽക്കട്ടെ. 14-ാം ശ്ലോകത്തിൽ നിൽക്കുകയാണ്. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാളെ വൈകിട്ടേ ഉള്ളൂ, ഇന്ന് വൈകിട്ടില്ല. ഹരി ഓം. നാളെ രാവിലെയും ഇല്ല. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു.